कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। എന്നർത്ഥം, അതായത് നമ്മൾ പറയുന്ന ഭൂമി എന്നർത്ഥം. പിന്നെ ഒരർത്ഥം കൂടിയുണ്ട്, ജനം എന്നർത്ഥമുണ്ട്. അവരെല്ലാവരും, അപ്പൊ എല്ലാ ജനങ്ങളും എന്നർത്ഥം. എല്ലാ ജനങ്ങളും പ്രഹൃഷ്ടമുദിത, പ്രഹർഷത്തോടെ ആമോദം പൂണ്ടവരായി എല്ലാവരും വളരെയേറെ സന്തുഷ്ടരായി. തന്നെയുമല്ല, ലോക തുഷ്ട പുഷ്ട സുധാർമിക, അവർ തുഷ്ടരും പുഷ്ടരും ധാർമ്മികരുമായി. സുധാർമിക, സുധാർമിക എന്ന് പറഞ്ഞാൽ സുഷ്ടു, നന്നായിട്ട് ധാർമ്മികരും ധർമ്മനിരതരും ആയി തീർന്നവർ. കാരണം ശ്രീരാമന്റെ ചരിതം എന്താണ് അവരെ പഠിപ്പിച്ചത്? ധർമ്മത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ പറ്റില്ല, പാടില്ല എന്നാണ് അവരെ പഠിപ്പിച്ചത്, അല്ലെ? അച്ഛൻ പറഞ്ഞ ഒരു വാക്ക്, അത് പാലിക്കാനാണ് ഈ 14 വർഷവും അദ്ദേഹം എന്ത് ചെയ്ത് ഇത്രയും കഠിനമായ വ്രതം അനുഷ്ഠിച്ച് വനവാസം തന്നെ അനുഷ്ഠിച്ചത്, അല്ലെ? രാജകുമാരനാണ്. അപ്പൊ സാധാരണ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ പോലും അത് ദുസ്സഹമാണ്. ഇത് കാട്ടിൽ വസിക്കുക, അതും പരിപൂർണമായിട്ട് എന്താണ്, തന്റെ പത്നിയോടൊപ്പം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ജടാവൽക്കലധാരിയായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ക്ലേശകരമാണ്. അത് തന്നെ ഒരു അസിധാരാവ്രതമാണ്, അല്ലെ? അസിധാരാവ്രതത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങൾ എന്തായി തീർന്നു? അവരതോടെ അവർ ധാർമ്മികരായി തീർന്നു. കാരണം അവരുടെ മാതൃക യഥാ രാജ തഥാ പ്രജ എന്നാണ്. രാജാവ് എങ്ങനെയാണോ അങ്ങനെയാണ് പ്രജകളും. അതുകൊണ്ട് പ്രജകളും ധാർമ്മികരായി മാറി. നിരാമയോ ഹ്യരോഗശ്ച ദുർഭിക്ഷ ഭയവർജിത. ലോക എന്നുള്ളത് ഏകവചനമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്, ജനം എന്ന് ഏകവചനമായിട്ട് പ്രയോഗിച്ചു. അവർ പിന്നെ എങ്ങനെയായി? നിരാമയ, ആമയങ്ങളൊന്നും ഇല്ലാത്തവരായി, ആമയങ്ങൾ, ദുഃഖങ്ങൾ, മനക്ലേശങ്ങളൊന്നും ഇല്ലാത്തവരായി. അരോഗാഹ, അരോഗരും ആയി തീർന്നു, രോഗങ്ങൾ ഇല്ലാത്തവർ. ദുർഭിക്ഷ ഭയവർജിത, ദുർഭിക്ഷ ഭയം ഇല്ലാത്തവരും ആയി അവർ കഴിഞ്ഞു. ദുർഭിക്ഷ ഭയം എന്ന് പറയുന്നത്, ദുർഭിക്ഷം എന്താണ്? ക്ഷാമം, ഭിക്ഷങ്ങളുടെ അഭാവം, ദുർഭിക്ഷം എന്ന് പറയുന്നത്. സുഭിക്ഷത ഇല്ലാതെ വരിക. അങ്ങനെ ദുർഭിക്ഷം ഇല്ലാതെ, ദുർഭിക്ഷം വരുമോ എന്ന ഭയം പോലും ഇല്ലാതെ അവരെന്ത് ചെയ്തു? അവർ വസിച്ചു എന്നർത്ഥം. പ്രഹൃഷ്ടമുദിതോ ലോക തുഷ്ടപുഷ്ട സുധാർമിക നിരാമയോ ഹ്യരോഗശ്ച ദുർഭിക്ഷ ഭയവർജിത ന പുത്രമരണം കേചിത് ദ്രക്ഷ്യന്തി പുരുഷാ ക്വചിത് നാര്യശ്ച വിധവാ നിത്യം ഭവിഷ്യന്തി പതിവ്രതാഹ. അതോടെ നാരികൾ, ജനങ്ങൾ ഇപ്രകാരമുള്ളവരായി തീരും. എപ്രകാരമുള്ളവരാണ്? ന പുത്രമരണം കേചിത് ദ്രക്ഷ്യന്തി, ആരും തന്നെ പുത്രമരണം കാണുന്നില്ല എന്ന അവസ്ഥയിലേക്കായി എന്നാണ്. ന കേചിത്, കേചിത് ആരും തന്നെ പുത്രമരണം ന ദ്രക്ഷ്യന്തി, ആർക്കും പുത്രമരണം കാണേണ്ടി വരുന്നില്ല. ഏറ്റവും മർമ്മഭേദകമായ ദുഃഖമാണ് എന്താണ്? പുത്രമൃത്യു കൊണ്ടുണ്ടാകുന്നതായ ദുഃഖം, അല്ലെ? ഒരു കാലത്ത് മരിച്ചാൽ പോലും മറക്കാത്ത ദുഃഖമാണ് അത്. അങ്ങനെ ഒരു ദുഃഖം ആർക്കും ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ ദുഃഖം, അതുണ്ടായില്ല. പിന്നെയോ പുത്രമരണം ആരും കാണുന്നില്ല. പുരുഷാഹ ക്വചിത്, ക്വചിത് ഒരിടത്തും പുരുഷന്മാർ പുത്രമരണം കാണുന്നില്ല. നാര്യശ്ച അവിധവാ നിത്യം ഭവിഷ്യന്തി പതിവ്രതാഹ, നാരിമാർ എങ്ങും പതിവ്രതമാരും പിന്നെന്താണ്? അവിധവകളും ആയിരുന്നു. അവിധവ, അവിധവ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വിധവ അല്ലാത്തവര്, അതായത് ഭർതൃദുഃഖം അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല നാരിമാർക്ക്. അപ്പോ പതിവ്രതമാരായ നാരിമാർക്ക് എന്നല്ല, നാരിമാർ പതിവ്രതമാരും ഭർതൃവിയോഗം അനുഭവിക്കാത്തവരും ആയി എന്നാണ്. അല്ലാതെ അത് വിശേഷണമായിട്ട് എടുക്കണ്ട. പതിവ്രതമാരായ നാരിമാർ ഭർതൃവിയോഗം അനുഭവിച്ചില്ല എന്നല്ല, നാരിമാർ പതിവ്രതമാരായി അവർ ഭർതൃവിയോഗം അനുഭവിച്ചതും ഇല്ല. എന്നുവെച്ചാ അഗ്നിജം ഭയം കിഞ്ചിത് ന അപ്സുമജ്ജന്തി ജന്തവഃ
ന വാതജം ഭയം കിഞ്ചിത് നാപി ജ്വരകൃതം തഥാ ന അഗ്നിജം ഭയം കിഞ്ചിത് ന അപ്സു മജ്ജന്തി ജന്തവഃ ന അഗ്നിജം ഭയം കിഞ്ചിത്. അഗ്നിജം, അഗ്നിജം അഗ്നിയിൽ നിന്ന് ഉണ്ടായത്, അഗ്നിയിൽ നിന്ന് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഗ്നിഹേതുകമായ ഭയം ഉണ്ടായില്ല ആർക്കും. തീപിടുത്തം അങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും ആർക്കും അനുഭവിക്കേണ്ടി വന്നില്ല. പിന്നെ ന അപ്സു മജ്ജന്തി ജന്തവഃ, ജന്തവഃ അപ്സു ന മജ്ജന്തി. ജന്തുക്കൾ അപ്സു, അപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം, അപ്സു വെള്ളത്തിൽ, ബഹുവചനാണ്, അങ്ങനെയാണത് പ്രയോഗിക്കുക. അപ്സു അപ്പ് ശബ്ദം ബഹുവചനായിട്ടാണ് അതിന്റെ പ്രയോഗം ഉള്ളൂ. ആപഹ ചില പദങ്ങൾ അങ്ങനെയാണ് ബഹുവചനായിട്ട് പ്രയോഗിക്കുക, അപ്പ് ജലം. അപ്പൊ അപ്സു മജ്ജന്തി ന മജ്ജന്തി ചില പദം. അതുപോലെ ധാരാശബ്ദം, ഭാര്യ എന്നർത്ഥം വരുന്ന ധാരാശബ്ദം, അത് ധാരശബ്ദം, അത് പുല്ലിംഗമാണ് എന്നും ബഹുവചനായിട്ടേ പ്രയോഗിക്കുള്ളൂ. ധാരശബ്ദം, ധാരാഹ അങ്ങനെയാണ്, ധാരാൻ, ധാരൈഹി അങ്ങനെ ബഹുവചനം മാത്രമേ അതിന് രൂപങ്ങളുള്ളൂ. സംസ്കൃതം പഠിച്ചവര് ശ്രദ്ധിച്ചാൽ അവർക്കത് മനസ്സിലാകും. അതുപോലെ ഇതെന്താണ്, ആപഹ ജലം എന്നുള്ളത് ബഹുവചനമായിട്ടാണ് പ്രയോഗം. അതുകൊണ്ടാണ് അപ്സു ജലത്തിൽ എന്ന് മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ പറഞ്ഞാൽ മതി. എന്ത് വേണ്ട, ജലങ്ങളിൽ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യം ഇല്ല. ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. അതാണ് തർജ്ജമ ചെയ്യേണ്ടവര് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. അത് നോക്കിയിട്ട് വേണം തർജ്ജമ ചെയ്യാൻ. അല്ലെങ്കിൽ എന്താവും, അല്ലെങ്കിൽ വലിയ അപകടമാവും, അല്ലെ? ഇപ്പൊ ഇംഗ്ലീഷിൽ ഹി എന്ന് കണ്ടാൽ ഉടനെ നമ്മൾ അതിന് എന്ത് തർജ്ജമ ചെയ്യരുത്, അവൻ എന്ന് തർജ്ജമ ചെയ്യരുത്. ആരെയാണ് പറയുന്നത് നോക്കിയിട്ട് വേണം അത് തർജ്ജമ ചെയ്യാൻ, അല്ലേ? അപ്പൊ അവൻ, അയാൾ, അദ്ദേഹം, ഇതിനൊക്കെ നമുക്ക് ഇംഗ്ലീഷുകാർക്ക് എന്തേ ഉള്ളൂ, ഹി എന്നേ ഉള്ളൂ. നമുക്കാണെങ്കിലോ അവൻ എന്ന് പറയും, നമ്മള് അയാൾ എന്ന് പറയും, അദ്ദേഹം എന്ന് പറയും, അല്ലേ? അപ്പോ തർജ്ജമ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, അല്ലേ? ഹി ഈസ് മൈ സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് തർജ്ജമ ചെയ്യാം, അവൻ എൻ്റെ മകനാണ് എന്ന്. പക്ഷേ ഹി ഈസ് മൈ ഫാദർ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം എൻ്റെ അച്ഛനാണെന്ന് തന്നെ നമ്മൾ പറയണം. അതാണ് ഭാഷയുടെ സവിശേഷത നോക്കിയിട്ട് വേണം തർജ്ജമകൾ ചെയ്യാൻ. നമുക്ക് അതിനങ്ങനെ ഉള്ളൂ. അതുപോലെ യു എന്ന് പറഞ്ഞാൽ നീ എന്നാണോ? അല്ല. ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞാൽ ആരോടും പറയാം, യു എന്ന് പറയാം, അല്ലേ? കോടതിയിൽ പറയുമ്പോൾ യു ആർ ഓണർ എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അഭിമാനിയായ അവിടുന്ന് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ എന്താണ്, യു പറഞ്ഞാൽ നീ എന്നല്ല. എന്താണ്, നീ, നിങ്ങൾ, താൻ, താങ്കൾ, അവിടുന്ന്, ഇതിനൊക്കെ എന്ത് പദമേ ഉള്ളൂ, ഇംഗ്ലീഷിൽ യു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ചിട്ട് ആരോടാണ് പറയുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ട് നമ്മൾ ഭാഷ പ്രയോഗിക്കണം. അത് വളരെ തർജ്ജമയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അപ്സു ജന്തവഹ മജ്ജന്തി, ജലത്തിൽ ജന്തുക്കൾ മുങ്ങുന്നില്ല, മുങ്ങി മരണം ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ന അഗ്നിജം ഭയം കിഞ്ചിത് നാപ്സു മജ്ജന്തി ജന്തവഹ ന വാതജം ഭയം കിഞ്ചിത് നാഭിജ്വരകൃതം തഥാ ന വാതജം ഭയം കിഞ്ചിത്. വാദം കാറ്റ്, വായു കൊണ്ടുള്ള ഭയവുമില്ല. പലതരത്തിലുള്ള കാറ്റുകളുണ്ട്, അല്ലെ? മന്ദസമീരണം നമുക്ക് വളരെ എന്താണ് ആസ്വദിക്കാൻ പറ്റുന്ന മന്ദസമീരണ, അല്ലെ? നമുക്ക് നല്ല നല്ല കാറ്റ്, ഇളം തെന്നൽ. കാറ്റിന് 3 ഗുണങ്ങളാണ് വേണമെന്ന് പറയുന്നത്. ഒന്ന് മന്ദത, പിന്നെ ഒന്ന് ശൈത്യം, പിന്നെ ഒന്ന് സൗരഭ്യം, സുഗന്ധമുള്ള കാറ്റ്. കാരണം കാറ്റ് ഗന്ധവാഹനാണ്. ഗന്ധവാഹനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാറ്റിൻ്റെയും എന്താണ്, വൃക്ഷങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ഗന്ധം വഹിച്ചുകൊണ്ടാണ് കാറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റ് നല്ല ഔഷധവുമാണ്. വായു നല്ല ഔഷധമാണ്. നമ്മളിപ്പോ ഒരാള് തലചുറ്റി വീണു, നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാവരും ഒന്ന് മാറി നിൽക്കുക, നല്ല കാറ്റ് വരട്ടെ, ഫ്രഷ് എയർ. അത് ഫാനിട്ട കാറ്റല്ല വേണ്ടത്. എന്താണ്, ശരിക്കുള്ള സമീരണം പുറത്തുനിന്ന് കടന്നു വരികയാണ് വേണ്ടത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ഔഷധങ്ങളൊക്കെ, നമ്മുടെ ചുറ്റുമുള്ള ചെടികളൊക്കെ ഔഷധങ്ങളാണ്. എല്ലാ നാസ്തി തൃണം അനൗഷധം, ഒരു പുല്ല് പോലും ഔഷധമല്ലാതെ ഇല്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടും നമ്മളെപ്പോഴും വൃക്ഷങ്ങളൊക്കെ വെട്ടി കരിച്ച് കളയുകയാണ്. ഇപ്പൊ ഇന്ന് എന്താണ്, പുല്ല് മരുന്ന് വരെ അടിച്ചിട്ട് പുല്ലുകൾ നശിപ്പിച്ച് കളയാം. അപരാധമാണ് നമ്മൾ ചെയ്യുന്നത്, ഘോരമായ അപരാധം. അപ്പൊ നമ്മുടെ നല്ല ഇക്കോളജി നമ്മുടെ സംസ്കൃതത്തിൽ പലയിടത്ത് രാമായണത്തിൽ ഉൾപ്പെടെ പറയുന്നു, നല്ല ഇക്കോളജി വരുന്നുണ്ട്. അപ്പൊ എന്താണ്,
ചെടികളെ ചുറ്റും അല്ലേ എല്ലാ ഔഷധങ്ങളാണ്. നമുക്ക് പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഔഷധങ്ങളാണ്. ചുറ്റുമുള്ള പുല്ല് നോക്കുക, മുത്തങ്ങയുണ്ട്, കറുകയുണ്ട്, പർപ്പടകപ്പുല്ലുണ്ട്, ഇല്ലേ? പിന്നെ എന്താണ് പലതും, കൃഷ്ണകാന്തി, അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ മുഴുവൻ എന്താണ് ഔഷധമാണ്. ഈ ഔഷധത്തിന്റെ നമ്മുടെ കഞ്ചാവ് തൊട്ടടുന്ന ഇത് വരുമ്പോ, കാറ്റ് വരുമ്പോ കഞ്ചാവിന്റെ ഗന്ധമുണ്ട്. ഏകസംബന്ധിജ്ഞാനം അപരസംബന്ധിജ്ഞാപകം. കഞ്ചാവിന്റെ മണം ഉണ്ടെങ്കിൽ കഞ്ചാവിന്റെ മണം മാത്രമല്ല വായു കൊണ്ടുവരിക, പിന്നെന്താണ് ചുറ്റുമുള്ള എല്ലാറ്റിന്റെയും ഗന്ധം അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താ, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഔഷധങ്ങളുടെയും ഗന്ധവുമായിട്ടാണ് ആര് വരുന്നത്? കാറ്റ് വരുന്നത്. ഇവൻ എന്താണ്, വിഷച്ചെടികൾ ഉണ്ടാവും, വിഷച്ചെടികളുടെയും ഗന്ധം കൊണ്ടുവരും. പക്ഷെ വെനം ഇൻ മൈൽഡ് ഡോസ് ഈസ് മെഡിസിൻ. വെനം, വിഷം ചെറിയ അളവിൽ എന്താണ്, അത് മെഡിസിൻ ആണ്. ഇത് വേറെ ആരുമല്ല പറഞ്ഞിട്ടുള്ളത്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രറ്റസ് ആണത് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? വെനം ഇൻ മൈൽഡ് ഡോസ് ഈസ് മെഡിസിൻ. വിഷം പോലും ചെറിയ അളവിൽ എന്താണ്, മരുന്നാണ്. ആൻഡ് മെഡിസിൻ ഇൻ ഹൈ ഡോസ് ഈസ് വെനം. വലിയ അളവിൽ മരുന്ന് വിഷവും ആണ്. അപ്പൊ നമ്മളത് ഓർക്കണം. അപ്പൊ നല്ല കാറ്റ്, ഫ്രഷ് എയർ, ഇതാണ് ഏറ്റവും വലിയ ഔഷധം നമുക്ക്. അതുപോലെ നല്ല വെള്ളം നമ്മുടെ കിണറ്റിലുള്ള നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ടുള്ള കിണറ്റിലെ വെള്ളം, അല്ലെങ്കിൽ അരുവികളിലെ വെള്ളം, പുഴകളിലെ വെള്ളം മലിനമാക്കുന്നില്ലെങ്കിൽ, കാളിയന്മാർ വന്ന് മലിനമാക്കുന്നില്ലെങ്കിൽ എന്താണ്, ഈ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. കാരണം എന്താണ്, എവിടുന്നാണ് വരുന്നത്? മലകളിൽ നിന്ന് ഒഴുകി വരുന്നു, നമ്മുടെ പറമ്പിലൊക്കെയുള്ള നല്ല ചെടികളിലൂടെ വരുന്നു, അല്ലെ? എല്ലാ ജലവും എന്താണ്? ഗംഗയാണ്. ഗംഗ. ഗാം ഗച്ഛതി ഇത് ഗംഗ എന്നാണ് ഗംഗാപദത്തിന്റെ അർത്ഥം. ഗാം ഗച്ഛതി ഇത് ഗംഗ. ഗോവിലേക്ക് പോകുന്നതാണ് ഗംഗ. ഗോവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പശു മാത്രമല്ല ഗോവ്, ഗമനശീലമുള്ളതൊക്കെ ഗോക്കളാണ്. ഭൂമിക്ക് ഗമനശീലമുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭൂമി എന്താണ്? ഭൂമി ഗോവാണ്, പശു ഗോവാണ്. പിന്നെന്താണ്? രശ്മികൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. രശ്മികള് ഗോക്കളാണ്. വാക്ക് ഗോക്കളാണ്. വാക്കിലൂടെ എന്താ ഉണ്ടാവുന്നത്? വാക്ക് എന്ന് പറഞ്ഞാൽ പദങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയം ശയിക്കുന്നതാണ് നമ്മുടെ ഉള്ളിൽ. ആശയം അതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്? വാക്കുകളിലൂടെ. അതുകൊണ്ടാണ് വാക്കുകൾ എന്ത് പറയുന്നത്? പദം എന്ന് പറയുന്നത്. പദം എന്ന് പറഞ്ഞാൽ എന്താണ്? കാല്. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് പദങ്ങളിലൂടെയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ എത്തുന്നത്. അതുകൊണ്ടാണ് വാക്കുകൾ എന്ത് പറയുന്നത്? പദം എന്ന് പറയുന്നത്. കാല് എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഈ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോ ഇതുപോലെ നമ്മുടെ ആശയങ്ങൾ, ജലം ശയിക്കുന്ന സ്ഥലം, അവിടേക്ക് വെള്ളം, എങ്ങനെയുള്ള വെള്ളമാണ്? ഗംഗ അതിലേക്ക് വരുന്നു. ഗാം ഗച്ഛതി ഇത് ഗംഗ. ഗോവിലേക്ക് വരുന്നത് ഗംഗ. ഗോവ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ജലബിന്ദുക്കളൊക്കെ ഗംഗയാണ്. അപ്പൊ ആ ഗംഗ എന്താണ് ചെയ്യുന്നത്? ഇത് വരുന്ന സമയത്ത് എങ്ങനെയാണ്? വൃക്ഷങ്ങളിലൊക്കെ തട്ടി ഇങ്ങനെ വരും. വൃക്ഷങ്ങളുടെ പൂവ്, കായ, ഇല, തണ്ട് എല്ലാറ്റിലൂടെ ഒഴുകി വരുമ്പോ അതിൽ നിന്നെല്ലാം ഔഷധ ഗുണങ്ങൾ ജലം സ്വീകരിക്കും. എന്നിട്ട് അത് താഴേക്ക് ഇറങ്ങി വരും. താഴേക്ക് ഇറങ്ങി വരുമ്പോ ഭൂമി എന്താണ്? ഭൂമിയിൽ വരുന്ന സമയത്ത് ഭൂമി ഒരു വലിയ മാതാവിനെ പോലെ നമ്മളെയൊക്കെ ഔഷധം കഴിപ്പിക്കാനിരിക്കുകയാണ് ഭൂമി, ഒരമ്മയെ പോലെ. അമ്മമാരെ കണ്ടിട്ടില്ലേ? ഇതിൽ കേൾക്കുന്ന അമ്മമാർക്ക് അറിയാം, കുട്ടികള് പച്ചക്കറി കഴിക്കില്ല, അല്ലെങ്കിൽ ഔഷധം പച്ചക്കറികളാണ് കൊടുക്കുന്നത് ഡോക്ടർ പറയുകയും ചെയ്യും. അമ്മമാരതിന്റെ സൂത്രം കണ്ടുപിടിക്കും. അവരെന്ത് ചെയ്യും? എല്ലാം കൂടെ അരിഞ്ഞ് എന്ത് ചെയ്യും? തിളപ്പിച്ച് അതിന്റെ ജ്യൂസ് എടുത്ത് കുട്ടികൾ കഴിക്കുന്നത് എന്താ കഴിക്കുക വെച്ചാൽ അതിൽ ചേർത്തിട്ട് അമ്മമാര് കൊടുക്കും. അപ്പൊ കുട്ടികളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? പച്ചക്കറികൾ ചെയ്യും. ഇതുപോലൊരു അമ്മയാണ് ഭൂമി. നമ്മുടെ ഭൂമിക്കടിയിൽ പല ലവണങ്ങളുണ്ട്, നമുക്ക് ആവശ്യമുള്ള പല ലവണങ്ങളുണ്ട്. ആ ലവണങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ വൃക്ഷങ്ങളുടെ വേര് നേരെ അടിയിലേക്ക് പോവല്ല. അത് എവിടെയാണ്? നമുക്ക് ആവശ്യമുള്ള ലവണങ്ങളുള്ള സ്ഥലത്തെ വൃക്ഷങ്ങളുടെ വേര് ചെല്ലുള്ളൂ. അത് ഒരു പ്ലാവിന്റെ വേര് 10 മീറ്റർ നീളണമെങ്കിൽ 10 മീറ്റർ നേരെ അടിയിൽ ചെല്ലില്ല. കാരണം ഏറ്റവും അടിയിൽ ചെന്നാൽ നമുക്ക് ദോഷമുള്ള എന്തുണ്ടാവും?
പല ലോഹങ്ങളും അവിടെ ഉണ്ടാവും, നമുക്ക് ദോഷമുള്ളൂ, തിന്നാൻ പാടില്ലാത്തത്. അവിടേക്ക് പോവില്ല. പ്രകൃതിയുടെ വലിയ സംവിധാന കൗശലമാണത്. അപ്പൊ അവിടെ നിന്ന് ലവണങ്ങളൊക്കെ ഇത് വലിച്ചെടുക്കും. എന്നിട്ട് നമുക്ക് തരും. അത് എന്തിലൂടെ തരും? ചക്കയിലൂടെ, മാങ്ങയിലൂടെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഇലകളിലൂടെ ഒക്കെ നമുക്ക് തരും. നമുക്ക് തന്നില്ലെങ്കിൽ, നമ്മൾ കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഭൂമിയിൽ വീഴും. വളരെ അടിയിൽ കിടക്കുന്ന ലവണങ്ങൾ മുകളിലേക്ക് എത്തും. പിന്നെ വെള്ളം താഴേക്ക് ഒഴുകുന്ന സമയത്ത് ഗംഗ അല്ലെ 7-1 എവിടേക്ക് പോകുന്നുണ്ട്? 7-1 പാതാളത്തിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഭഗീരഥന്റെ പിന്നാലെ പോയ ഗംഗ. ഇന്നല്ലേ ഭഗീരഥൻ ഗംഗയെ കൊണ്ടുവന്നപ്പോ എങ്ങനെയാ ഗംഗ ഒഴുകിയത്? 7 കൈവഴികളായിട്ട് ഒഴുകി. 7 അത്ര 7 കൈവഴികളായിട്ട് ഒഴുകി. 3 കിഴക്കോട്ട് ഒഴുകി, 3 പടിഞ്ഞാറോട്ട് ഒഴുകി, 1 പാതാളത്തിലേക്ക് പോയി. 7-1 പാതാളത്തിലേക്ക് പോയി. 3 സീത, സുചക്ഷു, സിന്ധു എവിടേക്ക് ഒഴുകി? പടിഞ്ഞാറോട്ട് ഒഴുകി. ക്ലാദിനി, പാവനി, നളിനി 3 കിഴക്കോട്ട് ഒഴുകി, പടിഞ്ഞാറോട്ട് ഒഴുകി. അളകനന്ദ 7 എവിടേക്ക് പോയി? ഭഗീരഥൻ പറഞ്ഞതനുസരിച്ച് പാതാളത്തിലേക്ക് ചെന്നു. പാതാളത്തിലേക്ക് ചെന്നപ്പോ പിതൃക്കൾക്ക് മോക്ഷമായി. അതിലെ വെള്ളത്തിൽ തർപ്പണം ചെയ്തപ്പോ ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ്? മഴ പെയ്യുമ്പോൾ 15% വെള്ളം ഭൂമിയിൽ താഴ്ന്നാലേ നമുക്ക് വേണ്ടത്ര വെള്ളം കിട്ടുള്ളൂ. ഭൂമിയിൽ വാട്ടർ ടേബിൾ ഉയർന്നു നിൽക്കുള്ളൂ അല്ലേ? നമ്മൾ 10 കോല് കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടണമെങ്കിൽ ഈ വെള്ളം ചെല്ലണം. ഓരോ കോല് താഴെ പോകുന്നത് വെള്ളം നമ്മൾ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ 7-1 എന്ന് പറയുമ്പോ എത്രയാ? 15-7-105 അല്ലേ? നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് പറയുന്ന ആ കണക്ക് തന്നെയല്ലേ? 15 അല്ലെ? 7-1 എന്ന് പറയുമ്പോ 15% അല്ലേ? 15-7-105. 15. ഇന്നത്തെ ശാസ്ത്രവും പറയുന്നത് കൃത്യം വാൽമീകിയുടെ കാലത്ത് രാമായണത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. രാമായണത്തിൽ പറയുന്നുണ്ട്, ബാലകാണ്ഡത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്, ഗംഗാവതാര കഥ. അപ്പോ ആ കൃത്യം അത് എവിടെ ചെല്ലണം? അത് ഇറങ്ങിച്ചെല്ലും. അത് ചെല്ലുന്നത് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഈ വൃക്ഷങ്ങളുടെ, ഈ ചെടികളുടെ, അതിന്റെ വേരിലൂടെ എല്ലാം ഒഴുകി എന്താണ്? തടിയിലൂടെയും തടിയിലൂടെയും പൂവിലൂടെയും വേരിലൂടെയും എല്ലാം ഒഴുകി ഭൂമിയിൽ വീണ നമ്മുടെ പല പല ലവണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജലാശയങ്ങളിലേക്ക് എത്തുന്നു. അപ്പൊ ആ വെള്ളം, എങ്ങനെയുള്ള വെള്ളം നമ്മൾ കുടിക്കേണ്ടത്? വസ്ത്രപൂതം ജലം പിബേത്. അതും പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ദൃഷ്ടിപൂതം ന്യസേത് പാദം എന്ന് പറഞ്ഞാൽ അർത്ഥം കണ്ണുകൊണ്ട് നന്നായി നോക്കിയിട്ട് പരിശുദ്ധമായ സ്ഥലത്ത് വേണം കാല് വയ്ക്കാൻ. കാലിൽ അഴുക്കാൻ വേണ്ടിയിരിക്കാനും അപകടം പറ്റാണ്ടിരിക്കാനുമാണ്. സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം നടക്കാൻ. ദൃഷ്ടിപൂതം ന്യസേത് പാദം വസ്ത്രപൂതം പിബേ ജലം. ജലം കുടിക്കേണ്ടത് ഇങ്ങനെ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുള്ള കിണറുകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നുള്ള വെള്ളം തുണി കൊണ്ട് അരിച്ചിട്ടാണ് കുടിക്കേണ്ടത്. എന്ത് വേണ്ട? മൈക്രോ ഫിൽട്രേഷൻ നടത്തണമെന്നല്ല പറയുന്നത്, വൃത്തിയുള്ള സ്ഥലമാണെങ്കിൽ അല്ലെ? യഥാഭൂമി തഥാ വാരി. ഭൂമി എങ്ങനെയാണോ അതുപോലെയാണ് എന്ത്? ജലം. യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നില്ലേ? അതുപോലെ തന്നെ അതിന്റെ ആ ശ്ലോകത്തിൽ തന്നെയാ പറയുന്നത്. യഥാഭൂമി തഥാ വാരി. എപ്രകാരമാണ് ഭൂമി അങ്ങനെയാണ് ജലം എന്ന് പറയുന്നത്. അപ്പൊ ആ നല്ല വെള്ളം, ഈ ഔഷധങ്ങളെല്ലാം ഉള്ള വെള്ളം എന്ത് ചെയ്യണം? തുണി കൊണ്ട് അരിച്ചിട്ട് കുടിക്കണം എന്നാണ്. അപ്പോ വസ്ത്രഭൂതം പിബേ ജലം സത്യഭൂതാമ്പതേ ദ്വാചം. സത്യം കൊണ്ട് പാവനമായ വാക്ക് വേണം പറയാൻ. നുണ പറഞ്ഞു നടക്കാൻ പാടില്ല എന്നർത്ഥം. മനഃപൂതം സമാചരേത്. മനസ്സുകൊണ്ട് ആലോചിച്ച് പവിത്രമായ കാര്യമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ ഓർത്തിരുന്നുള്ള ദൃഷ്ടിപൂതം ന്യസേത് പാദം വസ്ത്രപൂതം പിബേത് ജലം സത്യപൂതാമ്പതേദ്വാചം മനഃപൂതം സമാചരേത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെയാണ് നമ്മൾ കുടിക്കുന്നത്. അങ്ങനെ കുടിച്ചാൽ നമുക്ക് എന്താവും? ലാവണ്യം ഉണ്ടാകും. ലാവണ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് കുടിച്ചാൽ പോരാ? വെറും H2O കുടിച്ചാൽ പോരാ. H2O കുടിച്ചാൽ നമ്മൾ കുടിക്കുന്ന ജലത്തിൽ എന്തുണ്ട്? പല ലവണങ്ങൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുണ്ട്. വേണ്ട ലവണങ്ങൾ, ലാവണ്യം എന്ന് പറഞ്ഞാൽ എന്താ? ലവണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മിനുമിനുപ്പാണ് ലാവണ്യം എന്ന് പറയുന്നത്. അല്ലാതെ എന്തല്ല? സൗന്ദര്യമല്ല ലാവണ്യം എന്ന് പറയുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ സൗന്ദര്യം ഇല്ലാത്തവർക്കും എന്തുണ്ടാകാം? ലാവണ്യം ഉണ്ടാകും. അതിനെന്ത് വേണം? ലവണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലും. അതാണ് ഈ പദം ലാവണ്യം. ലവണത്തിന്റെ ഭാവമാണ്. ലവണങ്ങൾ കുറവുണ്ടെങ്കിൽ ഡോക്ടർ പറയും ശരി, കുറച്ച് അയൺ ടാബ്ലറ്റ്സ് എഴുതാം, അല്ലെങ്കിൽ വേറെ എന്തിന്റെയെങ്കിലും എല്ലാ ലോഹങ്ങളുടെയും ഞാൻ എഴുതി തരുന്നുണ്ട്. അപ്പൊ അവിടെയാണ് വേണ്ടത്ര ലവണങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ എന്തുണ്ടാകും?
ആ മിനുമിനുപ്പേ ലാവണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലാവണ്യവർദ്ധക വസ്തുക്കൾ എന്ന് ആരും പറയുന്നില്ല, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നാണ് പറയുന്നത്. അത് നമുക്ക് സുന്ദരമായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിലുള്ള അഴക് എവിടെയാണ്? ലാവണ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെന്ത് വേണം? നമ്മുടെ വെള്ളം നന്നായിരിക്കണം, നമ്മുടെ വായു നന്നായിരിക്കണം. ഇതൊക്കെ നമ്മുടെ എന്താണ്, നമ്മുടെ സാഹിത്യത്തിൽ പറയുന്നതാണ് ഇതെല്ലാം. അതിൽ നിന്ന് പുറമെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇരിക്കട്ടെ. അപ്പോ ഈ വിധത്തിലാണ് നമ്മുടെ സാഹിത്യങ്ങളൊക്കെ പോകുന്നത്. രാമായണത്തിൽ തന്നെ എന്തുണ്ട്? നല്ല ഇക്കോളജി രാമായണത്തിലും ഉണ്ട്. ഇരിക്കട്ടെ. അപ്പോ ഇവിടെ ഇപ്പൊ എന്താണ് നമ്മുടെ അപ്സു, അപ്പുകൾ ഇപ്പൊ എന്താണ്? വെള്ളമാണ്. ആ അപ്പ് എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ലവണങ്ങളോടൊക്കെ കൂടി, ഔഷധങ്ങളോട് കൂടി, വായുവും ജലവും. അത് വേദം തന്നെയാണ് ഇത് പറയുന്നത്. അപ്സ്വന്തരമൃതം അപ്സുഭേഷജം. വെള്ളത്തിൽ അമൃതമുണ്ട്, വെള്ളത്തിൽ എന്തുണ്ട്? ഔഷധമുണ്ട്. ഭേഷജം ഔഷധം. അമൃതം എന്താണ്? അമൃതം എന്താണ്? അമർത്യത. അത് പ്രാണനാണ്, പ്രാണവായു, ഡിസോൾവ്ഡ് ഓക്സിജൻ വെള്ളത്തിൽ ഉണ്ടാകണം. ആ വെള്ളമല്ലേ നമ്മൾ കുടിക്കേണ്ടത്? ഡിസോൾവ്ഡ് ഓക്സിജൻ വേണം വെള്ളത്തിൽ. അതുണ്ടെങ്കിലേ വെള്ളത്തിൽ ജീവികളും ജീവിക്കുള്ളൂ. 0.5 വേണമെന്നാണ് കണക്ക്. 0.5 അത്രയും അളവ് എന്ത് വേണം? ഡിസോൾവ്ഡ് ഓക്സിജൻ വെള്ളത്തിലുണ്ടാവും. നമ്മുടെ ആറുകളിൽ പലതിലൊന്നും അങ്ങനെ ഇല്ല. നമ്മുടെ സാറന്മാര് പലരും, കെമിസ്ട്രി അധ്യാപകര് പലരും പോയിട്ട് മീനച്ചിലാറിലെ വെള്ളത്തിന്റെ അളവ് നോക്കി. വാഗമണ്ണിൽ നിന്ന് തുടങ്ങുന്നിടത്ത് 0.5 അതിൽ ഓക്സിജന്റെ അളവ്. അവിടുന്ന് വന്ന് ഈരാറ്റുപേട്ടയിൽ എത്തുമ്പോ 0.1 or 2 അത്രയ്ക്കാവുന്നു പട്ടണങ്ങളിൽ എത്തുമ്പോ. അവിടുന്ന് വന്നിട്ട് വീണ്ടും കുറെ കൂടെ പോരുമ്പോ, ഈരാറ്റുപേട്ടയിൽ നിന്ന് കുറെ കൂടെ പോരുമ്പോ 3ലേക്കും 4ലേക്കും ഒക്കെ കയറും. അത് കഴിഞ്ഞ് പാലാ പട്ടണത്തിൽ വരുമ്പോ വീണ്ടും 0. ഒരു മീനുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഒഴുകി ചിലപ്പോ വന്നിട്ട് അങ്ങനെ പോണ വഴിക്ക് ചിലപ്പോ ആർക്കെങ്കിലും കിട്ടിയെന്ന് വരും, പക്ഷെ ജീവിക്കാൻ പറ്റില്ല. 0 അവിടെ ഒരു പാലാ പട്ടണത്തിൽ വരുമ്പോ. അത് കഴിഞ്ഞ് വീണ്ടും കിടങ്ങൂരെത്തുമ്പോ വീണ്ടും കുറയും. 0 എന്ന് പറയല്ല പറയുന്നത്. എന്നിടയ്ക്ക് കുറെ ഭാഗത്ത് എത്തുമ്പോ 1, 2, 3 കയറും. വീണ്ടും കിടങ്ങൂർ എന്താണ്? കുറയും. കോട്ടയം ഭാഗത്ത് നാഗമ്പടത്ത് എത്തുന്നതിന് മുൻപ്, നമ്മുടെ സൂര്യകാലടി മനയൊക്കെയുള്ള ഭാഗത്ത്, ആ ഭാഗത്ത് എത്തുമ്പോൾ 0.5 അതിലിറങ്ങി നിന്ന് നോക്കണം. ആ ഭാഗത്ത് മീനച്ചിലായിട്ട് ഇറങ്ങി നിന്നാൽ നമ്മൾ ഗുരുവായൂർ അമ്പലക്കുളത്തിൽ ഇറങ്ങി നിൽക്കുന്ന പോലെ മീൻ വന്നിട്ട് കാലിൽ കൊത്തിയിട്ട് സൗകര്യമുണ്ടാവില്ല, നിറയെ മീനാണ് ആ ഭാഗത്ത്. 0.5 ഓക്സിജൻ. അപ്പൊ ആ കണക്ക് എന്താണ്? വളരെ കൃത്യമാണ്. വേദം പറയുന്നു അപ്സ്വന്തരമൃതം, വെള്ളത്തിനുള്ളിൽ അമൃതമുണ്ട്. അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവാണ്, പ്രാണവായുവാണ്. അപ്സ്വന്തരമൃതം അപ്സുഭേഷജം ആപോഭവന്തു പീതയെ. ഞാൻ മന്ത്രമല്ല, പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ ഒരെണ്ണം. പുണ്യാഹത്തിന്റെ മന്ത്രങ്ങൾ അപ്സുമേ സോമോ അബ്രവീത് അന്തർവിശ്വാനി ഭേഷജ അഗ്നിം ച വിശ്വശംഭുവം. അതും എന്താണ്? അതും പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ ഒന്നാണ്. അപ്സുമേ സോമോ അബ്രവീത് അന്തർവിശ്വാനി ഭേഷജ അഗ്നിം ച വിശ്വശംഭുവം. വിശ്വത്തിന് ശം മംഗളം പ്രദാനം ചെയ്യുന്ന എന്തുണ്ട്? എല്ലാം വെള്ളത്തിലുണ്ട്. മംഗളം വെള്ളത്തിലുണ്ട്. അമൃതം, അമൃതം അതിനകത്തുണ്ട്. അതുപോലെ എന്താണ്? വിശ്വാഭേഷജം, എല്ലാ ഔഷധവും അതിൽ ഉണ്ട് എന്നാണ്. അഗ്നിം ച വിശ്വശംഭുവം, വിശ്വത്തിന് ശംഭുവം, ശമ്മിനെ പ്രദാനം ചെയ്യുന്ന, മംഗളത്തെ പ്രദാനം ചെയ്യുന്ന എന്തുണ്ട്? അഗ്നി, ഊർജവും അതിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെയാണ് എന്തിനുള്ളത്? നമ്മുടെ പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ ഉള്ളത്. നല്ല ഇക്കോളജിയാണ് പുണ്യാഹത്തിന്റെ മന്ത്രങ്ങൾ എല്ലാം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് നിഗൂഢാർത്ഥങ്ങളായിട്ടുള്ള, ആർക്കും മനസ്സിലാവാത്ത അർത്ഥത്തിലുള്ള കുറെ രഹസ്യ മന്ത്രങ്ങളൊന്നും അല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ മന്ത്രങ്ങൾ പഠിച്ചാലും എന്തായിത്തീരും? നമ്മൾ നല്ല പ്രകൃതി സ്നേഹികളായിട്ട് നമ്മൾ സാറേ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം സാറേ.
എന്തോ തടസ്സം വരുന്നുണ്ട്, നെറ്റിന്റെ പ്രോബ്ലം ആണ്. ആ അപ്പൊ നമ്മളെ പറപ്പിച്ചുകൊണ്ടാണ് കാറ്റല്ല വേണ്ടത്, മന്ദസമീരണനായിരിക്കണം. അതിന് പിന്നെ എന്ത് വേണം? അതിന് സുഗന്ധം ഉണ്ടാവണം. നമുക്ക് ഹൃദ്യമായിട്ടുള്ള ചെടികളുടെയും മറ്റൊക്കെ ഗന്ധം അതിലൂടെ വരണം. അതുപോലെ അതിനൊരു ശൈത്യവും വേണം അല്ലേ? കാറ്റ് വീശുന്ന സമയത്ത് എന്താകാൻ പാടില്ല? ചുട്ടുപൊള്ളുന്ന കാറ്റാവാൻ പാടില്ല. അപ്പൊ ഇത് 3 ഗുണങ്ങളും അതിന് വേണം. ഇരിക്കട്ടെ. അപ്പോ അവർക്ക് വാദത്തെ അവർ ഭയപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വാദമില്ലെന്നല്ല, ഉള്ള വാദം എന്താണ്? മന്ദസമീരണനായിരുന്നു, ഹൃദ്യമായ വാദമാണ് അവർക്ക് ലഭിച്ചിരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് വാദജം ഭയം കിഞ്ചിത് നാഭി ജ്വരകൃതം തഥാ, ജ്വരകൃതമായിട്ടുള്ള ഭയവും ഉണ്ടായിട്ടില്ല. ജ്വരകൃതം എന്ന് പറഞ്ഞാൽ നാനാപ്രകാരത്തിലുള്ള പീഡകള്, രോഗങ്ങള് എന്ന അർത്ഥമാണ് ഇവിടെ. പനി എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ? സന്നിപാത ജ്വരം ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയണ്ടായില്ലേ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? എല്ലാം സന്നിപാത ജ്വരം അല്ലെ? ഇപ്പൊക്കെ അങ്ങനെയാണ്, എല്ലാം അങ്ങ് നിബന്ധിക്കുക. അതാണ് പനി. പനി അങ്ങോട്ട് വരിക, പനിക്ക് നമ്മളൊരു എന്താണ് ആന്റിബയോട്ടിക്സ് എന്തെങ്കിലും നമ്മൾ കഴിച്ചു നോക്കുക. ആദ്യം അങ്ങനെയാണല്ലോ, പനി ഒന്ന് തോന്നിയ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകില്ല. എങ്ങനെയാ നമ്മൾ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ്? ഡോക്ടർ അങ്ങനെ തന്നെയാണ്. ആദ്യം എന്താണ്? ആദ്യം ഡോക്ടർ എങ്ങനെയാണ്? പൈറക്സിയ ഓഫ് അൺനോൺ റീസൺ, POU അല്ലെ? PUR പൈറക്സിയ ഓഫ് അൺനോൺ റീസൺ, PUR എന്നാണ് ഡോക്ടർ നിഗമനത്തിലെത്തുക. കാരണം എന്താന്ന് പറഞ്ഞാൽ പനിയുണ്ട്, അപ്പൊ ആന്റിബയോട്ടിക്സ് നമുക്ക് തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കഴിക്കും. അത് കഴിച്ച് നിൽക്കുമ്പോഴേക്കും കാണാം എന്താണ്? ആണ്ടേ പോയി കിഡ്നി അല്ലേ? അപ്പോഴേക്കും പോയി പിന്നെ എന്താണ്? ശ്വാസകോശമായി, അങ്ങനെയായി, ന്യൂമോണിയായി. എന്താണ് സംനിപാതം എന്ന് പറയുന്നത്? എല്ലാം നിപതിക്കുക. ശരീരത്തിന്റെ ഫങ്ഷൻ മുഴുവൻ നിപതിച്ചു പോകുന്ന ജ്വരത്തെയാണ് എന്ത് പറയുന്നത്? സംനിപാത ജ്വരം എന്ന് പറയും. ഇപ്പൊ പണ്ട് ഉണ്ടായിരുന്നു, ഇന്നും അതൊക്കെ തന്നെയാണ് പനി. പക്ഷെ പനിക്ക് നമ്മൾ എന്തായി തീർന്നു? ഇന്ന് നമ്മൾ മൃഗങ്ങളുടെയും ഒക്കെ പക്ഷികളുടെയും ഒക്കെ പേരിട്ട് പന്നിപ്പനി, പശുപ്പനി, കുറുക്കം പനി, പട്ടിപ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ പേര് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ എന്താണ്? സംനിപാത ജ്വരം, അതാണ് അവിടെ ഉണ്ടാവുന്നത്. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ജ്വരം കൊണ്ടുള്ള ഭയം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. പിന്നെ എന്താണ്? എന്നുവെച്ചാ അഗ്നിജം ഭയം കിഞ്ചിത് ന അപ്സുമജ്ജന്തി ജന്തവഃ ന വാതജം ഭയം കിഞ്ചിത് നാഭിജ്വരകൃതം തഥാ. തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം ജ്വരകൃതവും ഉണ്ടായില്ല. നചാഭിക്ഷുദ്ഭയം തത്ര ന തസ്കരഭയം തഥാ നഗരാണി ച രാഷ്ട്രാണി ധനധാന്യയുധാനി ച നചാഭിക്ഷുദ്ഭയം കിഞ്ചിത്. ക്ഷുത്ത് എന്ന് പറഞ്ഞാല് ബുഭുക്ഷ. ബുഭുക്ഷ എന്ന് പറഞ്ഞാല് വിശപ്പ്. വിശപ്പ് കൊണ്ട് ഭോക്തും ഇച്ഛ എന്നാണ് അർത്ഥം. അതായത് ഭക്ഷണത്തിനുള്ളതായ കൊതി, അതാണ് ബുഭുക്ഷ, ഭുജിക്കാനുള്ള ആഗ്രഹം. അതിനാണ് ക്ഷുത്ത് എന്ന് പറയാം. അപ്പോ വിശപ്പ് കൊണ്ടുള്ള ഭയം ആർക്കും ഉണ്ടായിരുന്നില്ല. വിശപ്പ് കൊണ്ട് മരിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്? തത്ര ന തസ്കര ഭയം തഥാ, തസ്കര ഭയവും ഉണ്ടായിരുന്നില്ല. കള്ളന്മാരെ പേടിച്ചിട്ട് ഒന്നും വേണ്ടി വന്നിരുന്നില്ല. കാരണം എന്താണ്? കള്ളൻ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ശിക്ഷ അവിടെ നിന്ന് കിട്ടും. തന്നെയുമല്ല, കള്ളൻ എന്തുകൊണ്ടാണ് കക്കാൻ വരുന്നത്? ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. നഗരാണി ച രാഷ്ട്രാണി ധനധാന്യയുധാനി ച. ഇനി നഗരങ്ങളും രാഷ്ട്രങ്ങളും എങ്ങനെയുള്ളതായിരുന്നു? നഗരാണി ച രാഷ്ട്രാണി, നഗരങ്ങളും രാഷ്ട്രങ്ങളും ധനധാന്യയുധാനി ച, ധനവും ധാന്യവും യുധം എന്ന് പറഞ്ഞാൽ ചേർന്നത്, ധനധാന്യങ്ങളോട് ചേർന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെയും സമൃദ്ധി ഉണ്ടായിരുന്നു. നിത്യം പ്രമുദിത സർവേ യഥാ കൃതയുഗേ തഥാ അശ്വമേധ ശതൈരിഷ്ട തഥാ ബഹുസുവർണകൈഹി. നിത്യം പ്രമുദിതാഹ സർവേ, സർവേ എല്ലാവരും, സർവഹ സർവം സർവേ എല്ലാവരും, നിത്യം പ്രമുദിതാഹ എല്ലാവരും വളരെ പ്രമോദത്തോട് കൂടിയവരായിട്ടാണ് ജീവിച്ചത്. പ്രമുദിതാഹ സന്തോഷത്തോട് കൂടിയവരായിട്ടാണ് ആളുകൾ ജീവിച്ചിരുന്നത്. യഥാ കൃതയുഗേ തഥാ, കൃതയുഗേ യഥാ ആസീത് തഥാ, കൃതയുഗത്തിൽ എങ്ങനെയാണോ ജനങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ജനങ്ങൾ ജീവിച്ചിരുന്നത്. കൃതയുഗം ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാൻ എന്താണ്? ഒന്നാമത് തന്നെ ആർത്തിയില്ലാതെ വരിക, അത്യാർത്തിയില്ലാതെ വരിക. അപ്പൊ തന്നെ എന്താവും? ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും അല്ലെ? ആർത്തി കൊണ്ടാണ് നമുക്ക് കിട്ടിയതും മതിയായില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് അല്ലെ? മത്സര ബുദ്ധിയാണ് എവിടെ നോക്കിയാലും
അല്ലെ? നമുക്ക് ആവശ്യങ്ങളല്ല, മറ്റുള്ളവരെക്കാൾ വലുതാകണം എന്നുള്ള ചിന്ത, അല്ലേ? നമ്മുടെ വീട്ടില് എന്താണ് 2 3 പേരേ ഉള്ളൂ, 3 പേർക്ക് പോകാൻ പറ്റിയ 3 4 5 പേർക്ക് പോകാൻ പറ്റിയ വാഹനം നമുക്ക് ഉണ്ടാവും. അപ്പോഴാണ് അയൽവക്കക്കാരനൊരു വലിയ വണ്ടി വാങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അതിനേക്കാളും വലിയ വാഹനം നമുക്ക് വേണമെന്നുള്ള തോന്നലുണ്ടാവാൻ തുടങ്ങി. ചുരുക്കം എന്താണ്? എത്ര പണം ഉണ്ടായാലും മതിയാവാത്ത അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അന്ന് അങ്ങനെയില്ല. അതുപോലെ ഭക്ഷണം കൊടുത്തിരുന്നു പണ്ട് ആളുകൾ, ഭക്ഷണം കൊടുത്തിരുന്നു. ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണമാണ്? ഭക്ഷണം അമീവഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാഭിശൻ സഖാ സുശേവ ഏതിനഹ. ഭക്ഷണം എങ്ങനെയുള്ളതാണെന്നും വേദം പറഞ്ഞു തരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ വേദം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുർഗ്രഹമായിട്ടുള്ള കുറെ മന്ത്രങ്ങളുടെ ഒരു സമാഹാരമല്ല. സാധാരണ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ വേദത്തില് പറയുന്നത്. എങ്ങനെയായിരിക്കണം? അമീവഹ, അമീവകളെ ഹരിക്കുന്നത്. അമീവ എന്ന് പറഞ്ഞാൽ രോഗം എന്നാണ് അർത്ഥം. അമീവ, രപഹ, ഈ 2 പദവും രോഗം എന്നുള്ള അർത്ഥത്തിലാണ് വേദത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ അമീവകളെ ഹനിക്കുന്നതായിരിക്കണം. വൃത്രനെ ഹനിച്ച ഇന്ദ്രനെ വൃത്രഹ എന്ന് പറയുന്ന പോലെയാണ് അമീവകളെ ഹനിക്കുന്നതിന് അമീവഹ എന്ന് പറയുന്നത്. രോഗങ്ങളെ ഇല്ലാതെയാക്കുന്നതാകണം ഭക്ഷണം എന്നാണ്. അപ്പൊ ഇന്നിപ്പോ എന്താണ്? ഭക്ഷണം ആണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്, അല്ലെ? പല ഭക്ഷണവും കഴിച്ച് നമ്മൾ രോഗികളായി തീരാണ്. അത് പാടില്ല എന്നാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അമീവഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാഭിശൻ സഖാ സുശേവ ഏതിനഹ. അല്ലയോ വാസ്തുവിന്റെ അധിപനായിരിക്കുന്ന വരുണ, വരുണന്റെ വീട്ടിലേക്ക് വസിഷ്ഠൻ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോവാ. അപ്പൊ പറയുന്നതാണത്. അല്ലയോ വാസ്തുവിന്റെ അധിപനായ വരുണ, എന്നിലേക്ക് എന്താണ് രോഗങ്ങളെ ഹനിക്കുന്നതും അനായാസേന സേവിക്കാൻ പറ്റുന്നതും സേവിച്ചു കഴിഞ്ഞാൽ സഖീഭാവേന വർത്തിക്കുന്നതും ആയ അന്നം എനിക്ക് ലഭ്യമാകട്ടെ. അതിന് നിങ്ങൾ ആരും വേണ്ട, ഞാൻ എടുത്തു കഴിച്ചോളാന്നാണ്. അദ്ദേഹം എന്നെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കാനാണ് പോകുന്നത്. അപ്പൊ നോക്കൂ, ആ അവസ്ഥ നോക്കൂ. കാരണം വരുണൻ വളരെ ധനികനാണല്ലേ? രത്നാകരത്തിന്റെ അധിപനാ. രത്നാകരം സമുദ്രം, രത്നങ്ങളുടെ ആകര, അതിന്റെ അധിപനായ സമുദ്രം. വരുണൻ ആരാണ്? അല്ലെ? വലിയ ഹീസ് ഇമ്മൻസ്ലി റിച്ച്, ധനികനാണ്. അപ്പൊ അതുകൊണ്ട് വസിഷ്ഠൻ കുറെ ദിവസം വ്രതം അനുഷ്ഠിച്ചിട്ട് വിശന്നപ്പോ മരിക്കാറായപ്പോ വേഗം ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോവാ. അപ്പോ പറയുന്നതാണത്. അത് ഞാൻ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയായിരിക്കണം? സഖാവായി വർത്തിക്കണം. സഖാവായി വർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോട് ഒരു വിധത്തിലും എതിർപ്പില്ലാത്ത വിധത്തിൽ സമരസപ്പെട്ടിരിക്കണം. അല്ലാത്ത ഭക്ഷണം എങ്ങനെയാ? ചിലപ്പോ കണ്ടിട്ടില്ലേ, ആളുകൾ ഇങ്ങനെ തികട്ടിക്കൊണ്ട് നടക്കും. എന്താ ഇങ്ങനെ തികട്ടെടുത്ത്? ഉച്ചക്കത്തെ ഭക്ഷണം ശരിയായില്ലടൂ കഴിച്ചത്, അത് കഴിച്ചപ്പോ തുടങ്ങിയതാ. അപ്പൊ എന്ത് വർത്തിക്കുന്നില്ല? ഭക്ഷണം സഖീഭാവേന വർത്തിക്കുന്നില്ല. അവിടെ ഭക്ഷണം എങ്ങനെയായിരിക്കണം? ഭക്ഷണം കഴിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്തിനാൻ പാടില്ല? ആയാസകരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അങ്ങനെയുള്ള ഭക്ഷണം എന്താണ്? അതുണ്ടാക്കാൻ ചെലവൊക്കെ കുറവാണ്. നമ്മളെ പോലെ ഒരുപാട് കളറും പിന്നെ എന്താണ് പ്രിസർവേറ്റീവ്സും ഇതൊന്നും ചേർക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ട് എന്താണ്? അന്നം കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ്. ഗൃഹസ്ഥ ശിഷ്ടഭുക് ഭവേത്. ഗൃഹസ്ഥൻ ശിഷ്ടഭുക് ഭവേത്. ഗൃഹസ്ഥൻ ആരായിരിക്കണം? ഗൃഹസ്ഥൻ ശേഷിച്ച ഭക്ഷണം കഴിക്കുന്നവനായിരിക്കണം. ശിഷ്ടഭുക്, ഉച്ഛിഷ്ടം ഭുജിക്കുന്നവനാകണം ഗൃഹസ്ഥൻ. ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ കഴിച്ചിട്ട് ഇലയിൽ ബാക്കി വെച്ചതെന്നല്ല അതിന്റെ അർത്ഥം. ഉത്കൃഷ്ടമായ ശേഷിപ്പ്, ഉയർന്നത്, ഉത്കൃഷ്ടമായ ശേഷിപ്പ്. ഉത്കൃഷ്ടമായ ശേഷിപ്പ് എങ്ങനെയാണ്? അർഹതപ്പെട്ടവർക്ക് മുഴുവൻ കൊടുത്ത് ബാക്കിയുള്ളതാണ് അത് ഉത്കൃഷ്ടമായ ശേഷിപ്പാ, അല്ലെ? ഇനി ആർക്കും കൊടുക്കാനില്ല, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഒരു അതിഥി വന്നാൽ എന്ത് ചെയ്തോളണം? ഗൃഹസ്ഥം ഭക്ഷിക്കാൻ പാടില്ല. അതിഥിക്കും കൂടെ കൊടുത്ത് ബാക്കി എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഗൃഹസ്ഥം വീട്ടിൽ തന്നെയല്ലേ, അദ്ദേഹത്തിന് ഉണ്ടാക്കാനുള്ള മാർഗമുണ്ട്. വഴിപോക്കൻ എന്താണ്? അധ്വനീനോ അതിഥിർജ്ഞേയഃ. അധ്വനീനഃ അതിഥിർജ്ഞേയഃ. വഴിപോക്കൻ അതിഥിയാണെന്ന് അറിഞ്ഞുകൊള്ളണം. അവൻ ആരുമായിക്കൊള്ളട്ടെ, അവന്റെ സ്റ്റാറ്റസ് ഒന്നും നോക്കണ്ട. ചിലപ്പോ അവൻ ഭിക്ഷക്കാരനാവും, അല്ലെങ്കിൽ എന്താണ് തെണ്ടി നടക്കുന്നവനാവും. ആരുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വലിയ നിലയിലുള്ള ആളാവും. ആരുമാണെങ്കിലും അധ്വനീനോ അതിഥിർ ജ്ഞേയഃ. അധ്വനീനൻ, വഴിപോക്കൻ അതിഥിയാണെന്ന് അറിഞ്ഞുകൊള്ളണം. എന്നിട്ട് എന്ത് ചെയ്യണം?
അയാൾക്കും കൂടെ കൊടുത്തിട്ട് ഗൃഹസ്ഥൻ ഭുജിക്കാൻ പാടുള്ളൂ. ഗൃഹസ്ഥ ശിഷ്ടഭുഗ്ഭവേ. ഇതാണ് നമ്മുടെ നിയമം. പിന്നെ എന്തിനാണ് മനുഷ്യൻ കക്കാൻ പോണത്? അന്നത്തിന് ആർക്കേൽക്ക അന്നം ഉണ്ടാവില്ലേ? അന്നത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് തസ്കരന്മാരുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ എന്താണ്? വിശന്നിട്ടാരും അന്നം മോഷ്ടിക്കാൻ പോയിട്ടില്ല. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അന്നം ഉണ്ടാക്കുമ്പോഴും തനിക്ക് വേണ്ടി എന്താണ്? ആരാണ് തനിക്ക് വേണ്ടി മാത്രം അന്നം ഉണ്ടാക്കുന്നവൻ? കേവല അഘോഭവതി കേവലാദി. കേവലം അഘഹ. അഘ എന്ന് പറഞ്ഞാൽ പാപം. കേവലാഘോഭവതി കേവലാദി. കേവലാദി എന്ന് പറഞ്ഞാൽ കേവലം തനിയെ തിന്നുന്നവൻ, മറ്റവർക്ക് കൊടുക്കാതെ കഴിക്കുന്നവൻ പാപിയാണ് എന്നാണ് വേദം പറയുന്നത്. ഇത് ഭഗവത്ഗീതയിലും ഇത് കാണാം. ഈ ആശയം നമുക്ക് കാണാം. ഇരിക്കട്ടെ. അപ്പോ ഇതൊന്നുമില്ലാത്തത് കൊണ്ട് എന്താണ്? അവിടെ കൃതയുഗത്തിലെ പോലെ ആളുകൾ കഴിഞ്ഞു. അതാണ് നിത്യം പ്രമുദിത സർവേ യഥാ കൃതയുഗേ തഥാ അശ്വമേധ ശതൈരിഷ്ട തഥാ ബഹുസുവർണകൈഹി. അശ്വമേധ ശതങ്ങൾ നടത്തിയിരുന്നു. അശ്വമേധ യാഗമൊക്കെ ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താണ്? അതിന്റെ മുമ്പ് സർവസ്വദാനമാണ്. അശ്വമേധമൊക്കെ നടത്തുമ്പോഴേ ദാനം ചെയ്യാണ്. ആളുകൾക്ക് വേണ്ടവർക്ക് മുഴുവൻ സമ്പത്ത് ദാനം ചെയ്യാം. അപ്പൊ അശ്വമേധം എന്ന് പറയുമ്പോൾ ഇത് ചെയ്തിട്ട് എന്താ കാര്യം പലപ്പോഴും പലരും വിചാരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ഇതെന്താണ്? ഒക്കെ ഔഷധമയങ്ങളായിട്ടുള്ളതാണ് ഈ ഹോമിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് അന്തരീക്ഷത്തിനുണ്ടാകുന്ന ശുദ്ധി ഒന്ന്. രണ്ടാമത് സമ്പത്തിന്റെ ഒരു വിനിമയം കൂടിയാണ് അതോടുകൂടിയിട്ട് ഉണ്ടാകുന്നത്. പണ്ട് കൗത്സന്റെ അടുത്ത് കൗത്സൻ വിശ്വജിത്ത് എന്ന് പറഞ്ഞൊരു യാഗം നടത്തി. കൗത്സൻ എന്ന് പറയുന്ന ഒരു 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 ശിഷ്യൻ, ബ്രഹ്മചാരി. അയാൾ അത് വരദന്തു എന്ന് പറയുന്ന ഗുരുവിന്റെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എന്നിട്ട് ഗുരുവിനെ ദക്ഷിണ കൊടുക്കാൻ ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു എന്താണ്? ദക്ഷിണ ഒന്നും വേണ്ട കൗത്സൻ, ഒന്നും വേണ്ട, ദക്ഷിണ ഒന്നും വേണ്ട, നിന്റെ ഈ ഗുരുഭക്തി മാത്രം മതി, അത് ഞാൻ ദക്ഷിണയായി സ്വീകരിച്ചിരിക്കുന്നു. കൗത്സൻ വീണ്ടും വീണ്ടും ഗുരുവിനെ നിർബന്ധിച്ചു, എന്റെ കയ്യിൽ ദക്ഷിണ വാങ്ങണം എന്ന്. എന്താ വേണ്ടത്? അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ നിന്നെ 14 വിദ്യയാണ് പഠിപ്പിച്ചത്. ഓരോ വിദ്യക്ക് ഓരോ കോടി അനുസരിച്ച് 14 കോടി ധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ബ്രഹ്മചാരി എവിടുന്നാണ് കൊണ്ടുവരുന്നത്? വേറെ എവിടെ നോക്കാനൊന്നുമില്ല, നേരിട്ട് പോയി രാജാവിന്റെ അടുത്തേക്ക് പോയി, രഘു മഹാരാജാവിന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ രഘു അവിടെ വിശ്വജിത്ത് എന്നുള്ള യാഗം ചെയ്ത് എല്ലാം ദാനം ചെയ്തിട്ടിരിക്കുക. ഇദ്ദേഹം വന്നപ്പോൾ മൺപാത്രത്തിലാണ് അർഘ്യപാദ്യങ്ങൾ എടുത്തിട്ട്, മൺപാത്രത്തിൽ, അതായത് യാതൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് രഘു ഇരിക്കുന്നത്. അപ്പോ മൺപാത്രത്തിൽ വെള്ളം എടുത്തിട്ടാണ് അദ്ദേഹത്തിന് സ്വീകരിച്ചത്. അപ്പൊ കൗത്സൻ താൻ എന്തിനാണ് വന്നതെന്ന് രഘുവിനോട് പറഞ്ഞില്ല. കാരണം എന്താണ്? ഈ 14 കോടി രഘുവിന് തരാൻ പറ്റില്ല. ചോദിച്ചിട്ട് രാജാവിന് വിഷമം വേണ്ടാച്ചിട്ട് പറഞ്ഞു. രഘു പറഞ്ഞു, വന്ന കാര്യം പറഞ്ഞേ പറ്റുള്ളൂ എന്താണെങ്കിലും എന്ന് പറഞ്ഞു. അവസാനം കാര്യം പറഞ്ഞു, ഇതാണെന്ന് പറഞ്ഞു. രഘു പറഞ്ഞു, ഒരു ദിവസം അവിടെ നിൽക്കുക, നാളേക്ക് തരാം എന്നാണ്. രഘു എന്താണ് പ്ലാൻ ചെയ്ത്? കുബേരനെ ആക്രമിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബ്രഹ്മചാരിക്ക് വേണ്ട എടുത്തു കൊടുക്കണം എന്നാണ്. അപ്പോ രഥം സജ്ജമാക്കിയിട്ട് രഘു അന്ന് കിടക്കാൻ പോയത്. പക്ഷെ കുബേരന് മനസ്സിലായതുകൊണ്ട് എന്ത് ചെയ്തു? കുബേരൻ അദ്ദേഹത്തിന്റെ കോശഗൃഹം നിറയെ ധനം കൊടുത്തു എന്നാണ്. കിട്ടിയ പണം മുഴുവൻ അദ്ദേഹം ആർക്ക് കൊടുത്തു? കൗസിന് കൊടുത്തു. കൗസൻ പറഞ്ഞു, എനിക്ക് ഇത്രയൊന്നും വേണ്ട, എനിക്ക് ഗുരുവിന് കൊടുക്കാൻ മാത്രമുള്ളതേ വേണ്ടു. രഘു എന്താണ് പറഞ്ഞത്? ഇത് അങ്ങേക്ക് വേണ്ടിയിട്ട് കിട്ടിയതാണ്, അത് മുഴുവൻ അങ്ങേക്കുള്ളതാണ്, ഞാൻ അതിന് ഒരു ഭാഗം എടുക്കില്ലെന്ന് രഘുവും പറഞ്ഞു എന്നാണ്. അപ്പൊ അതൊക്കെയാണ് പണ്ടത്തെ സമ്പ്രദായങ്ങളെ. അപ്പോ ഇവിടെ എന്താണ്? ഒരു യാഗം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഒന്നാമത് എന്താണ്? പ്രകൃതിയിൽ വളരെ സ്പൃഹണീയങ്ങളായിട്ടുള്ള എന്താണ്? ഹോമധൂമം ആയുർവർദ്ധകമാണ്. ഹോമധൂമം ആയുർവർദ്ധകം. ശ്മശാനധൂമം, ചിതയിലധൂമം ആയുർഹ്രാസി. ഹ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവ്. ചിതയിലെ ധൂമം ആയുസ്സിനെ കുറയ്ക്കും, അല്ലേ? ചിതയിലേക്ക് നമ്മൾ കുടം വിട്ടിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അതിലെ ധൂമം ആയുർഹ്രാസിയാണ്. ഹോമധൂമമോ ആയുർവർദ്ധകം ആണ്. ഇരിക്കട്ടെ. അപ്പൊ ഇദ്ദേഹം യാഗങ്ങൾ നടത്തി, ധാരാളം യാഗങ്ങൾ നടത്തി, അശ്വമേധ യാഗങ്ങൾ നടത്തി. തഥാ ബഹുസുവർണകൈഹി, ബഹുസുവർണകം എന്ന യാഗവും നടത്തി. എന്താ ബഹുസുവർണക യാഗം? ധാരാളം സുവർണം ദാനം ചെയ്യുന്ന യാഗമാണ് അത്.
അങ്ങനെയുള്ള യാഗങ്ങളൊക്കെ നടത്തിയത്. നിത്യം പ്രമുദിതാ സർവേ സർവേ യഥാ കൃതയുഗേ തഥാ അശ്വമേധ ശതൈരിഷ്ടാഹ. ഇഷ്ടാഹ എന്ന് പറഞ്ഞാല് യാഗം ചെയ്തു എന്നർത്ഥം, ഇഷ്ടങ്ങളായത്. തഥാ ബഹുസുവർണകൈഹി ഗവാം കോട്യയുധം ദത്വാ വിദ്വദ്ഭ്യോ വിധിപൂർവകം അസംഖ്യേയം ധനം ദത്വാ ബ്രാഹ്മണേഭ്യോ മഹായശാഹ. ഗവാം കോട്യയുധം ദത്വ. ഗവാം ഗോക്കളുടെ കോടി ആയുധം. ആയുധം എന്ന് പറഞ്ഞാൽ എന്താണ്? 10,000 ആയുധം 10,000. കോടി ആയുധം എന്ന് പറഞ്ഞാലോ 10,000 കോടി. 10,000 കോടിയോ കോടി എന്ത് ചെയ്തു എന്നാണ്? ഗവാം ഗോക്കളുടെ 10,000 കോടി ദാനം ചെയ്തു എന്നാണ്. ആർക്ക്? വിദ്യഭ്യോ വിധിപൂർവകം. വിദ്വാൻമാർക്ക് വിധിപൂർവകമായിട്ട്, വിധി അനുസരിച്ച് എങ്ങനെ ദാനം ചെയ്യണം എന്നുള്ള വിധി അനുസരിച്ച് ദാനം ചെയ്യപ്പോഴും എങ്ങനെയാണ്? ഉദകപൂർവമാണ് ദാനം ചെയ്യുക, വെള്ളത്തോട് കൂടിയിട്ടാണ് ദാനം ചെയ്യുക. അത് എന്ത് ദാനാണെങ്കിലും, ഇനി ശാപം കൊടുക്കുകയാണെങ്കിലും വെള്ളത്തോട് കൂടിയിട്ടാണ് ശാപം. അത് നമ്മുടെ 2-ാമത്തെ അധ്യായത്തിൽ അതിന് പ്രസക്തമായൊരു ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ അത് പറയണ്ട. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. പറ്റില്ല നമുക്ക് ഇന്നതിലേക്ക് കിടക്കണം, സമയം കുറവല്ലേ? നോക്കട്ടെ, ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കിടക്കണം. അപ്പോ അതിന് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചിലത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് വിധിയാവണ്ണം വിദ്വാൻമാർക്ക്, അറിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു? അപ്പൊ ഇങ്ങനെ സദസ്സുകളൊക്കെ നടത്താം, ബ്രഹ്മസദസ്സുകളൊക്കെ നടത്തും, ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയുള്ള സദസ്സുകളൊക്കെ. ആ സദസ്സുകൾ വിദഗ്ധങ്ങൾ എന്ന് പറഞ്ഞാല് സദസ്സുകളാണ്. എന്തിനുള്ള സദസ്സുകളാണ്? നല്ല ചർച്ചകളൊക്കെ നടത്താനുള്ള സദസ്സുകളാണ് ഈ വിദഗ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ധാരാളം അറിവുള്ള ആളുകൾ അവിടെ വരും. അറിവുള്ള ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരും. അല്ലാണ്ട് യാജ്ഞവൽക്യരെ പോലുള്ള മുനിമാർ മാത്രമല്ല. പിന്നെ ആരാണ് വരിക? യാജ്ഞവൽക്യനും പിന്നെ നമ്മുടെ ഉദ്ദാലകനും ഇങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല അവിടെ വരുന്നത്. പിന്നെ ആരാണ്? സ്ത്രീകളും വരും. ഗാർഗി, മൈത്രേയി, അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ സ്ത്രീകളോട് ധാരാളം. ഇതാണ് ചില ഭാഗത്തൊക്കെ പറയുന്നുണ്ട്, ഇതാനും ഗർഭിണ്യഹ ബഹിർഗച്ഛന്തു. ഇപ്പൊ ഗർഭിണിമാരെന്ന് പുറത്തുപോയി നിൽക്കട്ടെ എന്ന്. അപ്പൊ അവിടെ സ്ത്രീകളില്ലേ? ഗർഭിണിമാര് വരെയുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾ വരെ ഉണ്ട്. ഇതാനും ഗർഭിണ്യഹ ബഹിർഗച്ഛന്തു എന്ന് പറയുന്ന ഭാഗങ്ങൾ വരെ ഉണ്ട്. അതായത് ചില വിഷയങ്ങൾ പറയുമ്പോൾ ഗർഭസ്ഥ ശിശുവിന് എന്തുണ്ടാകാൻ പാടില്ല? ത്രാസം ഉണ്ടാകാൻ പാടില്ല. ഈ പറയുന്ന ശിശുക്കളും കൂടെ അറിയുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഗർഭിണിയായിരിക്കുമ്പോൾ എന്തായിരിക്കണം എന്ന് പറയുന്നത്? നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത്. ഡിറ്റക്റ്റീവ് നോവൽ വായിക്കാൻ പോകണ്ട, നല്ല പുസ്തകങ്ങൾ വേണം ഗർഭിണിമാരായിരിക്കുമ്പോൾ വായിക്കാൻ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതാനും ഗർഭിണ്യഹ ബഹിർഗച്ഛന്തു. ഇപ്പൊ ഗർഭിണിമാര് കുറച്ചു നേരം പുറത്തു പോട്ടെ, ചില കാര്യങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ പേടിയുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോ അവിടെ പറയുന്നത് ഋഗ്വേദത്തിലൊക്കെ പറയുന്നുണ്ട്, യസ്തേ ഹന്തി പതയന്തം നിഷത്സിനും യസരീസൃപം ജാതം യസ്തേ ജിഘാംസതി തമിതോ നാശയാമസി. യസ്തേ ഹന്തി പതയന്തം, നിന്റെ ഉദരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശിശുവിനെ ആരാണോ ഹനിക്കാൻ ആഗ്രഹിക്കുന്നത്? ഉദരത്തിലേക്ക് വരുന്ന ശിശു എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദരത്തിലേക്ക് വരുന്ന ശിശു എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് അമ്മയുടെ ഗർഭത്തിലേക്ക് വരുന്ന ശിശു. അതിനെ നിഹനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ അമ്മയുടെ ഉദരത്തിൽ വരാതെ തടയുക, കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ ഉപയോഗിച്ച് അതിനെ തടയുക. നിഷത്സിനും സരീസൃപം. ഇനി നിഷത്സിനുമായിട്ടുള്ളത്, നിഷത്സിനും എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയുടെ ഉദരത്തിൽ ചലനമില്ലാതെ കിടക്കുന്ന ശിശു, ചലിക്കാറായിട്ടില്ല, അമ്മയുടെ ഉള്ളിൽ വന്നിട്ടേ ഉള്ളൂ, 1 മാസത്തെ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ 2 മാസത്തെ ആയിട്ടുള്ളൂ, ചലിക്കാറായിട്ടില്ല. സരീസൃപം. സരീസൃപ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ട് നടക്കുന്ന ശിശു, അമ്മയുടെ ഉദരത്തിൽ ഇഴഞ്ഞുകൊണ്ട് നടക്കുന്ന ശിശു. അതാരാണെന്ന് ഭാഷ്യകാരൻ പറയുന്നുണ്ട്. 3 മാസത്തിന്റെ തികവിൽ അമ്മ എല്ലാ അവയവങ്ങളോടും കൂടി അമ്മയുടെ ഉദരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശിശു. 3 മാസമാകുമ്പോൾ എല്ലാ അവയവങ്ങളും വരും എന്നാണ് ഭാഷ്യകാരൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയും 3 മാസമാകുമ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കുറവുണ്ടാച്ചാൽ നമുക്ക് തട്ടിക്കളഞ്ഞേക്കാം എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അപ്പോ സരീസൃപം. അപ്പൊ ഏത് തരത്തിലുള്ള ശിശുവാണ്? അമ്മയുടെ ഉദരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശിശു, അമ്മയുടെ ഉദരത്തിൽ വന്നിട്ട് ചലിക്കാറായിട്ടില്ലാതെ അവിടെ കിടക്കുന്ന ശിശു. ഇനി അമ്മയുടെ ഉള്ളിൽ അവയവങ്ങളോടുകൂടി
ചലിച്ചുകൊണ്ടിരിക്കുന്ന ശിശു. കുറെ കാലം അവിടെ ഇങ്ങനെ ചലിച്ചതിന് ശേഷം അയാൾ പുറത്തേക്ക് വരുള്ളൂ. അപ്പോ യസ് സജീസൃപം ജാതം യസ്തേ ജിഘാംസതി, ജാതനായ ശിശു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് നിന്റെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ശിശു, ഏത് വിധത്തിലുള്ള ശിശു ആണെങ്കിലും ജിഘാംസതി, ഏതൊരുവനാണോ ആ ശിശുവിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, തമിതോ നാശയാമസി, അവനെ ഞാനിതാ ഇവിടെ ഈ അഗ്നിക്ക് മുന്നിൽ വെച്ച് അവനെ ഞാൻ നശിപ്പിക്കട്ടെ, ശിശുവിനെ നിഹനിക്കുന്നവനെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന് ഋഗ്വേദം പറയും. അഹിംസയിൽ വിശ്വസിക്കുന്നവർ ശിശുവിനെ നിഹനിക്കുന്നവനെ കൊല്ലണം എന്നാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഭ്രാന്തന്റെ കയ്യിൽ തോക്കേണ്ട ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? സമൂഹത്തിന് അത് ദ്രോഹമായിട്ട് വരാൻ പാടില്ല എന്നാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗർഭിണിമാർക്ക് ചിലപ്പോൾ ത്രാസം ഉണ്ടാക്കാം. ഗർഭസ്ഥ ശിശു, ഗർഭിണിമാരൊക്കെ പുറത്തിരിക്കട്ടെ. അപ്പൊ എന്ത് പാടില്ല? ശിശുവിനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. ഏതവസ്ഥയിലുള്ള ശിശുവിനെയും കൊല്ലാൻ പാടില്ല എന്നൊക്കെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ സദസ്സുകളിലൊക്കെ ആരുണ്ട്? സദസ് വിദധേ സുവീരാഹ, വിദധങ്ങളിൽ ഞങ്ങൾ നന്നായി വിശേഷണം ഈരണം ചെയ്യുന്നവരാകട്ടെ. മേധാദേവി ദുഷമാണ ആഗാദ്, മേധാദേവി ബുദ്ധിശക്തിയാകുന്ന ദേവിയാൽ അനുഗ്രഹീതരാകുന്ന ഞങ്ങൾ എന്താകണമെന്നാണ് പറയുന്നത്? ബൃഹദ്വദ ദുരുക്താൻ ബൃഹദ്വദേമ വിദധേ സുവീരാഹ, ഞങ്ങൾ ദുരുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ദുർഭാഷണമല്ല, ദുർഗ്രഹമായ വിധത്തിൽ, ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള വിധത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വിദധങ്ങളിൽ, സദസ്സുകളിൽ ഞങ്ങൾ സുവിഈരാഹ, സുഷ്ടു നന്നായി വിശേഷേണ ഈരണം ചെയ്യുന്നവരാകട്ടെ, സുവീരന്മാരാകട്ടെ എന്ന് പറയുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് നല്ല സദസ്സ് ഉണ്ടാവും. അവിടെ നന്നായിട്ട് വിവരങ്ങൾ നൽകുന്ന ആളുകൾക്ക് നല്ല പാരിതോഷികങ്ങൾ കൊടുത്തിരുന്നു. അതാണ് നന്നായിട്ട് സുവർണം നൽകുന്ന യജ്ഞങ്ങളും നൽകിയിരുന്നു. അപ്പൊ ആ യജ്ഞങ്ങൾ എന്ത് മാത്രമല്ല, വെറും ഹവനക്രിയ മാത്രമല്ല, സമ്പത്തിനെ നൽകുക, അർഹതപ്പെട്ടവർക്ക് നൽകുക, അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ നല്ല അറിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും സമ്പത്തിനെ മുഴുവൻ ദാനം ചെയ്തിരുന്നു. അങ്ങനെയുള്ള ചക്രവർത്തി എന്തിനാ അത്രക്കൊക്കെ പോകുന്നത്? നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെന്താണ് ചെയ്തത് അല്ലേ? എന്തുമാത്രം പണമാണ്, ദ്രവ്യങ്ങളാണ് അവരവിടെ ശ്രീപത്മനാഭന്റെ അവിടെ സമർപ്പിച്ചത്. എന്തിനാണ് അവിടെ സൂക്ഷിച്ചു വെച്ചത്? എങ്ങാനും ഒരു ദുർഭിക്ഷം രാജ്യത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ, വർഷങ്ങളോളം തരണം ചെയ്യാൻ വേണ്ട സമ്പത്ത് അവരവിടെ സൂക്ഷിച്ചു വെച്ചു. എല്ലാം എന്താക്കുകയായിരുന്നില്ല, എല്ലാം സ്വന്തം സമ്പത്താക്കി മാറ്റുകയല്ല നമ്മുടെ പാരമ്പര്യം അനുസരിക്കുന്ന രാജാക്കന്മാർ ചെയ്തിരുന്നത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഗവാം കോട്യയുധം ദത്വാ വിദ്വദ്ഭ്യോ വിധിപൂർവകം അസംഖ്യേയം ധനം ദത്വാ ബ്രാഹ്മണേഭ്യോ മഹായശാഹ, മഹായശസ്വികളായ അവർ ബ്രാഹ്മണർക്കായിട്ട്, ബ്രാഹ്മണരാരാണ്? ബൃഹത്തായി പറയുന്നവർ, ബ്രഹ്മണം ചെയ്യുന്നവർ, അവരാണ് ബ്രാഹ്മണന്മാർ. അല്ലാണ്ട് എന്തല്ല പൂണൂൽ ധരിച്ചവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചാന്തോക്യോപനിഷത്തൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഉപനിഷത്തില് ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മണം, ബൃഹത്തായിട്ട് നേരത്തെ പറഞ്ഞില്ലേ നമ്മള്, ബൃഹദ്വദേമ വിദധേ സുവീരാഹ, ബൃഹത്തായി പറയാൻ കഴിവുള്ളവർ അവർക്കാണ് നൽകിയിരുന്നത്. അവരുടെ ഉപദേശം അനുസരിച്ചിട്ട് വേണം രാജാവ് രാജ്യം ഭരിക്കാൻ പോലും. ആരുടെ? ബ്രാഹ്മണന്മാരുടെ ഉപദേശം അനുസരിച്ച് വേണം രാജാവ് രാജ്യം ഭരിക്കാൻ പോലും. എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ ചീത്ത പറയാനാണ് അത് ഉപയോഗിക്കുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം ഇന്നും ഇങ്ങനെ തന്നെയാണ് രാജ്യഭരണം പോകുന്നത്, രാജ്യം ഭരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പോയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ചോദിച്ചു നോക്കാം. പ്രധാനമന്ത്രി എന്താ പറയാ? നല്ല നിശ്ചയത്തെ കാര്യം ഞാൻ ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചിട്ട് പറയാന്നാ പറയാ. എന്താ ലീഗൽ ഒപ്പീനിയൻ? നിയമത്തിന്റെ ലോ പോയിന്റ്സിന് ബൃഹത്തായിട്ട് പറയാൻ കഴിവുള്ളവർ എന്നാണ് അർത്ഥം. ഇതാണ് ബ്രാഹ്മണരോട് ചോദിച്ചിട്ട് അവരുടെ ഉപദേശാനുസരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് കൂടുതലിട്ട ആളുകളോട് ചോദിക്കണം എന്നല്ല പറഞ്ഞിട്ട് അർത്ഥം. ബൃഹത്തായി പറയാൻ കെൽപ്പുള്ളവർ, ഉപദേഷ്ടാക്കളുണ്ട്. ഏത് വിഷയത്തിലും ഭരണകർത്താക്കൾക്ക് ഉപദേഷ്ടാക്കളുണ്ട്. അവരെയാണ് ഈ പറയുന്ന ബ്രാഹ്മണർ ബ്രഹ്മണം ചെയ്യാൻ കഴിവുള്ളവർ എന്നർത്ഥം. ഉദാഹരണങ്ങൾ എവിടെയുള്ളത്? എവിടെ ഇല്ലാത്തതെന്ന് നോക്കിയാൽ മതി. മഹാഭാരതത്തിലേക്ക് നോക്കുക.
മഹാഭാരതത്തിലേക്ക് വിദുരാരായിരുന്നു? വിദുര ബ്രാഹ്മണനായിരുന്നു, കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു വിദുരർ, അല്ലേ? ശൂദ്രസ്ത്രീയിൽ ജനിച്ച മകനാണ് വിദുരര്. വിദുരാണ് ധൃതരാഷ്ട്രരെ ഉപദേശിച്ചിരുന്നത്, അല്ലേ? എപ്പ സംശയം വന്നാലും വിദുരരെ വിളിക്കൂ, വിദുരരെ വിളിക്കല പണി. അവിടെ വിദുരർ വരുമ്പോ പറയും, വിദുര ഉപദേശിക്കും. അർത്ഥം മഹാന്തമാസാദ്യ വിദ്യാം ഐശ്വര്യമേവച വിചരത്യസമുന്നതോ യസ്സ പണ്ഡിത ഉച്യതേ. രാജാവേ, അങ്ങ് ചിന്തിക്കുന്നതൊക്കെ പണ്ഡിതന്മാർക്ക് ചേർന്നതല്ല. ധാരാളം പണം ഉണ്ടാവുക, ധാരാളം ഐശ്വര്യം ഉണ്ടാവുക, വിദ്യ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടായിട്ടും എന്താണ്? ഔദ്ധത്യമില്ലാതെ നടക്കുന്നവനാണ് പണ്ഡിതൻ. അതുപോലെ അമിത്രം ഗുരുതേ മിത്രം, മിത്രം ദ്വേഷ്ടി ഹിനസ്തിച്ച, അമിത്രത്തെ മിത്രമാക്കുകയും. ആരെ? നമ്മുടെ ശകുനി അമ്മാവനെ പോലെയുള്ളവര് മിത്രമാക്കാൻ പറ്റാത്തവരാ, അവരെ മിത്രമാക്കുക. മിത്രം ദ്വേഷ്ടി ഹിനസ്തിച്ച, മിത്രത്തെ ദ്വേഷിക്കുക. യുധിഷ്ഠിരനെ പോലെയുള്ള നല്ല മിത്രങ്ങളെ ദ്വേഷിക്കുകയും ഹിംസിക്കുകയും ചെയ്യുക. അരക്കില്ലത്തൊക്കെ കൊണ്ടുപോയി തീ വെച്ച്, എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഇതൊന്നുമല്ല വേണ്ടത്, അർഹമായത് കൊടുക്കൂ. എന്നിട്ട് ഒരു കുലം, ഈ കുലം വംശം തന്നെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള യുദ്ധം ഒഴിവാക്കൂ എന്ന് പറഞ്ഞു, അല്ലേ? ഉപദേശിച്ചു കൊടുത്തു, ഹിതം ഉപദേശിച്ചു കൊടുത്തു. എന്താ ഫലമുണ്ടായത്? എന്താണ്? ഇവിടത്തെ ഉപ്പും ചോറും തിന്ന് ഞങ്ങൾക്കെതിരെ പറയുക, ഇറങ്ങിപ്പോവാ എന്ന് പറഞ്ഞു, അല്ലേ? വിദുരർക്ക് വിട്ടു. പക്ഷെ വീണ്ടും സ്വീകരിച്ചു, അത് വേറെ കാര്യം. പക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്താണ്? ഇതുപദേശിച്ചവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, അല്ലാതെ എന്തല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല എന്നർത്ഥം. അങ്ങനെയുള്ള ബ്രാഹ്മണർക്ക്, ബ്രാഹ്മണരായ അച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചാൽ ബ്രാഹ്മണൻ എന്നല്ല പറയാം, ബ്രഹ്മബന്ധുഹു. ബ്രഹ്മബന്ധു എന്നാണ് അതിന് പറയാം. ഛന്ദോപനിഷത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് ബ്രഹ്മബന്ധുവിനെ പോലെ? ബ്രഹ്മബന്ധു ബ്രാഹ്മണൻ എന്നല്ല അതിന്റെ, അല്ലേ? ഇവരെ രാജാവിന്റെ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ രാജന്യൻ, രാജന്യൻ എന്നാണ് പറയാ. അപ്പൊ അതുപോലെയുള്ള പദങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ അറിയണം. ഇതൊന്നും അറിയാതെ നിന്നിട്ടാണ് പുറത്ത് നിന്നിട്ട് നമുക്ക് ഇതിനൊക്കെ ദുഷിക്കാൻ തോന്നുന്നത്. അസ്തു, അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മുടെ എവിടെ എത്തില്ല. അപ്പൊ പിന്നെ അസംഖ്യേയം ധനം ദത്വാ ബ്രാഹ്മണേഭ്യോ മഹായശാഹ. പിന്നെന്താണ്? രാജവംശാൻ ശതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവഃ ചാതുർവർണ്യം ച ലോകേസ്മിൻ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. അങ്ങനെ രാജൻ ഇദ്ദേഹം എന്ത് ചെയ്യും? രാജവംശാൻ ശതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവഃ. രാജവംശങ്ങളെ ശതഗുണങ്ങളായിട്ട്, നൂറുകണക്കിന് ഗുണങ്ങളോട് കൂടിയതായ രാജവംശങ്ങളെ ഉണ്ടാക്കും. അതിനുള്ള മാർഗമാണ് രാമൻ കാണിച്ചത്. പിന്നെ അങ്ങനെയുള്ള രാജവംശങ്ങളെ രാമൻ സ്ഥാപിക്കും. അതായത് രാമന്റെ ചരിതം പഠിക്കുന്നതോടെ രാജവംശങ്ങൾ എന്തായിത്തീരും? ശതഗുണങ്ങളായി ഭവിക്കും എന്നർത്ഥം. പിന്നെ ചാതുർവർണ്യം ച ലോകേസ്മിൻ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. ഈ ലോകത്തെ ചാതുർവർണ്യത്തെ അതതിന്റെ ധർമ്മത്തിൽ നിയോഗിക്കും. ചാതുർവർണ്യത്തെ അതതിന്റെ ധർമ്മത്തിൽ നിയോഗിക്കും, അല്ലെ? ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ചാണ് ചാതുർവർണ്യം. അതിനെ അതിൽ സ്ഥാപിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യും. യജനം അധ്യയനം അധ്യാപനം, യജനം യാചനം, ദാനം ആദാനം, ഇതൊക്കെ ചെയ്യേണ്ടത് ബ്രാഹ്മണന്റെ ചുമതലയാണ്. അധ്യയനം ചെയ്യുക, വേദം പഠിക്കുക, വേദം പഠിപ്പിക്കുക, യാഗം ചെയ്യുക, യാഗം ചെയ്യിക്കുക, ദാനം സ്വീകരിക്കുക, ദാനം കൊടുക്കുക. ഇതാണ് 6. അധ്യയനം, അധ്യാപനം, യജനം, യാചനം. യാചനം എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യിക്കൽ. യജനം യാഗം ചെയ്യൽ, യാചനം യാഗം ചെയ്യിക്കൽ. പിന്നെന്താണ്? ദാനം കൊടുക്കൽ, ദാനം സ്വീകരിക്കൽ. കൊടുക്കാനും സ്വീകരിക്കാനും അധികാരമുണ്ട്. അപ്പോ ദാനം സ്വീകരിക്കാനുള്ള അധികാരം എന്തിനാണ്? അത് കാശുണ്ടാക്കാൻ തന്നെയെന്ന് ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഇപ്പോ. ദാനം അങ്ങനെ സ്വീകരിക്കാൻ പറ്റിയതല്ല. ദാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഏതാണ്ട് ക്രിസ്ത്യാനികളുടെ കുംഭസാരത്തിന് തുല്യമാണ് ഈ പറഞ്ഞത്. എന്താണ്? ഒരാൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം? പുണ്യപൂർണതയുള്ള ഒരാൾക്ക് ദാനം ചെയ്യുക. എന്താണ്? അദ്ദേഹത്തിന്റെ പുണ്യപ്രവൃത്തികളിലൂടെ നാം ചെയ്ത ദുഷ്കൃതത്തിന്
പരിഹാരം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ദാനം ചെയ്യുന്നത്. അത് സ്വീകരിക്കുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? തന്റെ പുണ്യപൂർണത കൊണ്ട് ഇയാളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള ഉത്തരദായിത്വം അഥവാ ഉത്തരവാദിത്വം ആണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദാനം സ്വീകരിക്കുന്ന ആളെ എങ്ങനെയുള്ള ആളായിരിക്കണം? അതുപോലെയുള്ള പുണ്യപൂർണതയുള്ള ആളാണ് ദാനം സ്വീകരിക്കുക. ഞാൻ ദാനം സ്വീകരിക്കില്ല, കാരണം ഞാൻ അനുഷ്ഠാനമില്ലാത്തവനാണ് എന്ന് പറയുന്ന ബ്രാഹ്മണരെ ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഞാൻ ദാനം സ്വീകരിക്കില്ല, ഞാൻ അനുഷ്ഠാനമൊന്നും ഇല്ലാത്തവനാണ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോ അനുഷ്ഠാനമുള്ളവനാണ് അധികാരം. ആ അധികാരം എന്തിനാണ്? മറ്റൊരാളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ, പാപം ക്ഷമിക്കാൻ, പൊറുക്കാനുള്ള അധികാരമാണ്. ഇതാണ് ശരിക്കും എന്ത് പറയുന്നത്? ക്രിസ്ത്യാനികളുടെ ഇടയിൽ കൺഫെഷൻ, കുമ്പസാരം എന്ന് പറയുന്നത്. അധികാരം എന്താണ്? പാപങ്ങളെ പൊറുക്കുന്നതിനുള്ള അധികാരം. അതിന് പരിഹാരമായിട്ട് ഇന്നെ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് നിശ്ചയിക്കുക, ഇന്നെ പ്രായശ്ചിത്തം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ ദാനത്തിന് തുല്യമായിട്ട് ഇന്നെ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് പറഞ്ഞ് പാപങ്ങൾ പൊറുക്കാനുള്ള അധികാരം ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും വളരെ സദൃശങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ എങ്കിലും അറിയാം. ഇരിക്കട്ടെ. അപ്പോ എന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്? ചാതുർവർണ്ണ്യം. അപ്പോ ബ്രാഹ്മണൻ എന്ത് ചെയ്യണം? ഈ ഷഡ്കർമ്മങ്ങൾക്ക് അധികാരിയാ. ഷഡ്കർമ്മങ്ങൾക്ക് അധികാരി ബ്രാഹ്മണൻ. എന്തിന്റെ പൂണൂലുണ്ട് അല്ലേ? എന്താണ് പൂണൂല്? പൂണൂല് എന്താണ്? അതാണ് യജ്ഞോപവീതം എന്ന് നമ്മൾ പറയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിനെന്താണ്? യജ്ഞോപവീതം. യജ്ഞമാണ് അത് ഇട്ടാൽ ചെയ്യുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തവ്യാനുഷ്ഠാനമാണ് യജ്ഞം എന്ന് പറയുന്നത്. കർത്തവ്യാനുഷ്ഠാനം. അപ്പോ അത് ചെയ്യുക. അതിനെ ധർമ്മകഞ്ചുകം എന്നാണ് അതിനെ പറയാ. ധർമ്മകഞ്ചുകം. ധർമ്മകഞ്ചുകം എന്ന് പറഞ്ഞാൽ ഇന്നുണ്ട് ധർമ്മകഞ്ചുകങ്ങൾ. ഇന്ന് ആർക്കാണ് ധർമ്മകഞ്ചുകം ഉള്ളത്? ആരൊക്കെയാണ് യൂണിഫോം ധരിക്കുന്നത്? അതാണ് ധർമ്മകഞ്ചുകം എന്ന് പറയുന്നത്. പോലീസ്, പട്ടാളം ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർ യൂണിഫോം എന്താണ്? അതിനെയാണ് ധർമ്മകഞ്ചുകം എന്ന് പറയുക. യൂണിഫോം, അതാണ് യൂണിഫോം. ഒരു ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന് വേണ്ടി ധരിക്കുന്ന വസ്ത്രത്തെയാണ് യൂണിഫോം എന്ന് പറയാ. കുട്ടികളുടെ യൂണിഫോം, സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോം അത് ഗണവേഷമാണ്, അത് ധർമ്മകഞ്ചുകമല്ല. കാരണം ധർമ്മകഞ്ചുകം ധരിക്കുന്ന ആൾ വ്യക്തിപരതയെ ആണ് മറയ്ക്കുന്നത്. അവിടെ വ്യക്തിപരമല്ല. യൂണിഫോം ഇട്ട പോലീസുകാരൻ തല്ലിയാൽ എന്താണ്? ദ പോലീസ്. മനസ്സിലായില്ലേ? അല്ലാണ്ട് എന്തല്ല, അല്ലാണ്ട് കുഞ്ഞപ്പഞ്ചേട്ടൻ തല്ലിയെന്നല്ല പറയാൻ. അതെന്താണ്? ദ പോലീസ് അല്ലേ? ചിലടത്ത് എന്താണ്, ചില സംഘർഷമൊക്കെ ഉള്ള സ്ഥലത്ത് ചിലപ്പോ അടിക്കേണ്ടി വരും, പോലീസ് അടിക്കേണ്ടി വരും. ചിലപ്പോ പോലീസിന്റെ നിന്ന് അടി കിട്ടി, ചിലപ്പോ സ്വന്തം അച്ഛനെ വരെ അടി കിട്ടിയിട്ടുണ്ടാവും. എന്ത് പറയാൻ പറ്റില്ല? അച്ഛനെ തല്ലിയാണെന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്താണ്? ദ പോലീസ്. അതാണ് അതിന്റെ പ്രത്യേകത. അത് മറന്നുകൊള്ളു. അപ്പൊ യൂണിഫോം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, എന്തും കാണിക്കാനുള്ളതല്ല. ധർമ്മകഞ്ചുകമാണ് യൂണിഫോം. അതുകൊണ്ടാണ് വൃശ്ചകടികത്തിൽ പറയുന്നുണ്ട്, സംപ്രാപ്തേ രാജ്യകാരി പിതരമപി ന ജാനാമി. രാജ്യകാര്യം വന്നാൽ അച്ഛനെ പോലും ഞാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് പോലീസുകാർ. വൃശ്ചകടികം എന്ന് പറയുന്ന നാടകം നല്ലൊരു നാടകമാണ് കേട്ടോ, കാണേണ്ട നാടക വൃശ്ചകടികം. അല്ലെങ്കിൽ വായിച്ചിരിക്കുകയും ചെയ്യേണ്ട ഒരു ഒന്നാന്തര നാടകമാണ് വൃശ്ചകടികം. അവിടെ പറയുന്നുണ്ട്, ചാരുവത്തിന് അങ്ങേക്കറിയില്ലേ? അറിയാം, എല്ലാവരും അറിയാം, എനിക്ക് ആളുകളൊക്കെ അറിയാം. പക്ഷേ രാജ്യകാര്യ സംപ്രാപ്തെ പിതരമപി ന ജാനാമി. രാജ്യകാര്യം വന്നാൽ ഞാൻ അച്ഛനെ പോലും അറിയുകയില്ല എന്ന് പറയുന്നുണ്ട്. അത് വേദത്തിലും പറയുന്നുണ്ട്. വേദത്തിൽ ബൃഹസ്പതിയുടെ പശുക്കളെ കട്ടുകൊണ്ടുപോയി അസുരന്മാർ, പണികളെന്ന അസുരന്മാർ. ഉടനെ തന്നെ കളവ് മുതൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പട്ടിയെ നിയോഗിച്ചു. ഇന്ന് അങ്ങനെ തന്നെയല്ലേ? പോലീസ് നായികയാണ് നിയോഗിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? സരമ എന്ന് പറയുന്ന പട്ടിയെ നിയോഗിച്ചു. ഈ സരമയുടെ മക്കളാണ് ഭൂമിയിലുള്ള പട്ടികൾ. അതുകൊണ്ടാണ് അവയെ എന്ന് പറയുന്നത് സാരമേയങ്ങൾ. സരമയുടെ മക്കളാണ് സാരമേയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സരമയെ നിയോഗിച്ചു കളവ് മുതല് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോ വേദത്തിന്റെ കാലത്തും എന്തുണ്ട്? കളവ് മുതൽ കണ്ടുപിടിക്കാൻ, കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ നായയെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് വേദത്തിൽ പറയുന്ന കാര്യങ്ങളാ, നിങ്ങൾ നോക്കിയാലും കാണും. അപ്പോ അവിടെ അവര് ഇറങ്ങി വന്നു. ഇവളിങ്ങനെ മണം പിടിച്ച് അങ്ങ് ചെന്നു. എവിടെ? ഈ പശുക്കളെ കൊണ്ട് വെച്ചിട്ടുള്ള സ്ഥലം വരെ ചെന്നു. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ ഇന്നത്തെ നായ്ക്കളാണെന്നുണ്ടെങ്കിൽ അവര് തോട് വരെ പോകുള്ളൂ, അവിടെ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു, അതിന്റെ അപ്പുറത്തേക്ക് അവർ പോവില്ല. പക്ഷെ ഇവിടെ എന്താണ്? അതിദുസ്തരമായ അന്തരീക്ഷ നദിയെയും തരണം ചെയ്തുകൊണ്ടാണ് സരമ പോയത്. അവർക്ക് അത്ഭുതമായി. സരമയെ നീ എങ്ങനെ ഇത്രയും
ദുസ്തരമായ ഈ അന്തരീക്ഷ നദിയെ തരണം ചെയ്തുകൊണ്ട് ഇവിടേക്ക് വന്നു. സരമ പറഞ്ഞു, എന്നെ നിയോഗിച്ചത് ശക്തനായ ഇന്ദ്രനാണ്, അതുകൊണ്ട് എനിക്ക് വഴിയിൽ യാതൊരു തടസ്സവും ഉണ്ടായില്ല. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? കമ്മീഷനെ നിയോഗിക്കുന്ന അതോറിറ്റി, സർക്കാർ ശക്തമാണെങ്കിൽ കമ്മീഷന് മുമ്പിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കമ്മീഷൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും, തെളിയിക്കാൻ പറ്റിയില്ല അല്ലെ, അങ്ങനെ പറയും. പക്ഷെ നിയോഗിക്കുന്നവൻ ശക്തനാണെങ്കിൽ എന്തുണ്ടാവില്ല? നിയോഗിക്കപ്പെടുന്നവന് മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. അതാരാണ് പറഞ്ഞു തരുന്നത്? സരമ, പട്ടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ വസ്തുത. പക്ഷെ പട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഋഷികയാണ്. പട്ടിയെ പോലും ഋഷിയായി കാണുന്നു. അതാണ് നമ്മുടെ പാരമ്പര്യം. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനിചൈവ ശ്വപാകേച്ച പണ്ഡിതാഹ സമദർശിന. വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നനായിരിക്കുന്ന ബ്രാഹ്മണനിലും ഗോവിലും, പിന്നെന്താണ്, ഗവി ഗോവിലും, ഹസ്തി ആനയിലും, ശുനി പട്ടിയിലും, ശ്വപാകേച്ച പട്ടിയെ തിന്നുന്ന ചണ്ടാലനിലും, പണ്ഡിതാഹ സമദർശിന, പണ്ഡിതന്മാർ സമദർശികളായിരിക്കണം എന്നവിടെ പറയുന്നുണ്ട്. എവിടെ? ഭഗവത്ഗീതയെ പറയുന്നുണ്ട്. ഋഗ്വേദത്തിലും ഇത് തന്നെയാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ആ സരമ ആരാണ്? ഋഷികയാണ്. നമുക്കൊരു ദർശനമാണ്. ദർശനമല്ലേ ഋഷിയുടെ പ്രത്യേകത? ഒരു ദർശനമാണ് നമുക്ക് തന്ന സർവകാല പ്രസക്തമാണ്. ഔദ്യോഗിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവൻ അവർ പറയുന്നുണ്ട്, സരമേ നീ ഞങ്ങളുടെ സഹോദരിയല്ലേ, ഈ കാര്യം നീ അവിടെ പോയി പറയണ്ട, ഇതെന്നോട് പറയണ്ട, നീ ഞങ്ങളുടെ സഹോദരിയല്ലേ. സരമ പറഞ്ഞു, നാഹം ജാനാമി ഭ്രാതൃത്വം നാഹം ജാനാമി സ്വസ്തൃതാം. എനിക്ക് ഭ്രാതൃത്വവും അറിയില്ല, എന്താണ് സഹോദരി ഭാവവും എനിക്കറിയില്ല. എപ്പോൾ? when I am on official duty. ഔദ്യോഗിക കൃത്യത്തിൽ എനിക്ക് ആരെ അറിയില്ല? എനിക്ക് സഹോദരനെ അറിയില്ല, സഹോദരിയെ അറിയില്ല. നിങ്ങൾ പശുവിനക്കളെ വിട്ടുകൊടുത്തോളൂ, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, ഉടനെ തന്നെ കൈക്കൂലി കൊടുക്കാൻ തുടങ്ങി. ഉത്കോചം, കൈക്കൂലി കൊടുക്കാൻ തുടങ്ങി. എന്താണ് പറഞ്ഞത്? സരമേ, പകുതി പശുക്കളെ നിനക്ക് തരാം, പകുതി ഞങ്ങളും എടുക്കാം, 50-50 എന്നാണ്. സരമ പറഞ്ഞു, ഞാൻ ഈ വിവരം അവിടെ പറയലാണ്, എന്റെ ചുമതല അതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എന്താ വേണ്ട? പശുക്കളെയും വേണ്ട, നിങ്ങളുടെ ഭ്രാതൃത്വവും വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് തിരിച്ചു വരുന്ന സരമയെ നമുക്ക് ഋഗ്വേദത്തിൽ കാണാം. ഋഗ്വേദം എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ധർമ്മങ്ങളും ആശയങ്ങളും ഒക്കെ തന്നെയാണ് എവിടെയുള്ളത്? ഋഗ്വേദത്തിൽ ഉള്ളത്. ധാരാളം അവിടെയുണ്ട്. ഇരിക്കട്ടെ. അപ്പോ എന്തായി? രാജവംശാൻ ശതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവഃ ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. ചാതുർവർണ്ണ്യം അതതിന്റെ ധർമ്മത്തിൽ നിയോഗിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന വിധത്തിലുള്ള അതിന്റെ ഹീനമായ അർത്ഥത്തിലല്ല. അതെങ്ങനെയാണ്? ഏത് വർണ്ണത്തിൽപ്പെട്ട ആളും അവനവന്റെ എന്ത് ചെയ്യാൻ സ്വീകരിക്കാം? അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കണമെന്നാണ്. വർണ്ണം എങ്ങനെയാണ്? വർണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വൃണോദി, വൃണുദേ, വർണ്ണി, എന്താണ്? വരിക്കുന്നതാണ് വർണ്ണം. വർണ്ണം വരിക്കുന്നതാണ്, അല്ലാണ്ട് എന്തല്ല ഒരുത്തനെ കൊണ്ടുപോയി ഇടുന്നതല്ല. അവന്റെ ഗുണമനുസരിച്ച്, അവന്റെ കഴിവനുസരിച്ച്, മനോഗുണങ്ങൾ അനുസരിച്ചാണ് എന്തിലേക്ക് വരുന്നത്? വർണ്ണങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണശ്ചൈതി ശൂദ്രതാം രാജന്യസ്യ തഥാപത്യം വൈശ്യാപത്യം തഥൈവ ച. ശൂദ്രഃ ബ്രാഹ്മണതാം ഏതി. ശൂദ്രൻ ബ്രാഹ്മണത്വം പ്രാപിക്കും. അതിന്റെ ശ്ലോകം നമ്മൾ ഇവിടെ 100ാമത്തെ ശ്ലോകം നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ 96 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100-ലെത്തുമ്പോൾ കാണാം. നമുക്ക് 100ാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോഴേ കാണാമെന്ന്. ശൂദ്രോ ബ്രാഹ്മണതാമേതി, ശൂദ്രൻ ബ്രാഹ്മണ്യം പ്രാപിക്കും. ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം, ബ്രാഹ്മണൻ ശൂദ്രതയെയും പ്രാപിക്കും. രാജന്യസ്യ തഥാപത്യം, അതുപോലെ രാജാവിന്റെ മകനും. രാജാവിന്റെ മകൻ ആരാകാം? രാജാവിന്റെ മകൻ ബ്രാഹ്മണനാകാം, വിശ്വാമിത്രനെ പോലെ ബ്രാഹ്മണനാകാം, അല്ലെങ്കിൽ ചാരുദത്തനെ പോലെ വൈശ്യനാകാം, അതുമല്ലെങ്കിൽ ചണ്ടാലനും ആകാം. ആരെ പോലെ? ത്രിശങ്കുവിനെ പോലെ ചണ്ടാലനും ആകാം. എന്തിലേക്കും പോവാന്നാണ് അർത്ഥം. രാജന്യ ഇതൊക്കെ പറഞ്ഞില്ലേ? മറ്റേ ത്രിശങ്കുവിന്റെ കഥ ഞാൻ പറഞ്ഞാലല്ലോ, നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ലല്ലേ? ത്രയ്യാരണന്റെ മകനാ. ത്രയ്യാരണൻ എന്ന് പറയുന്ന രാജാവിന്റെ മകനാ സത്യവ്രതൻ എന്ന് പറയുന്ന ആര്യ ത്രിശങ്കു. അതാണ്
രാജന്യസതാപത്യം, രാജാവിന്റെ മകന് അതിന് വ്യത്യാസമൊന്നുമില്ല. രാജാവിന്റെ മകൻ രാജാവാകാം, ബ്രാഹ്മണനാകാം, വൈശ്യനാകാം, ശൂദ്രനാകാം, ചണ്ഡാലനുമാകാം. അതാണ് നമ്മൾ പറഞ്ഞ ത്രിശങ്കു. വൈശ്യാപത്യം തഥൈവച, അതുപോലെ തന്നെയാണ് വൈശ്യന്റെ മകനും. വൈശ്യന്റെ മകനും എന്താകാം? വൈശ്യന്റെ മകനും ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യൻ തന്നെയോ ശൂദ്രനോ ചണ്ഡാലനോ എല്ലാം ആകാം. അതുകൊണ്ട് എന്താണ് ചണ്ടാളൻ എന്നുള്ളതിന്റെ ഒരു വിശദീകരിക്കാം. ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ ചണ്ടുമായ കർമ്മങ്ങൾ. ശരിക്കും പറഞ്ഞാൽ 4 വർണ്ണങ്ങളേ ഉള്ളൂ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. സർവേ ശൂദ്രാഹ ജായന്ത്, എല്ലാവരും ശൂദ്രന്മാരായിട്ട് ജനിക്കുന്നത്. സംസ്കാര ദ്വിജ ഉച്യതേ, സംസ്കാരം കൊണ്ടാണ് എന്തായി തീരുന്നത്? ബ്രാഹ്മണ്യത്തിലേക്കോ മറ്റുള്ളതിലേക്കോ ഒക്കെ പോകുന്നത്, ദ്വിജനായി തീരുന്നത്. എല്ലാവരും ശൂദ്രരായി ജനിക്കുന്നു, സംസ്കാരം കൊണ്ട് ദ്വിജനാകുന്നു. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാരാണ് ദ്വിജന്മാര്. ഈ 3 കൂട്ടർക്കും പൂണൂലുണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും പൂണൂലുണ്ട്. കാരണം എന്താണ്? അവർ ഡ്യൂട്ടി ബൗണ്ടാണ്. അവർക്ക് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഒരു ബ്രാഹ്മണന് അവന്റെ വ്യക്തിപരമായ കാര്യം എന്തുണ്ടെങ്കിലും ബ്രാഹ്മണൻ എന്നുള്ള നിലയ്ക്ക് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യേണ്ട കൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ക്ഷത്രിയനും അങ്ങനെ തന്നെയാണ്. ക്ഷത്രിയന്റെ കാര്യം ഏകദേശം നമുക്കറിയാം. പട്ടാളക്കാര് ഇവിടെ വന്നിട്ടേ അല്ലേ, പട്ടാളക്കാരൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. എന്താണ്? അമ്മയുടെ മരണം കാരണം വന്നതായിരിക്കും. ചിത കൊളുത്താൻ നേരത്താണ് പറയുന്നത് ഉള്ളൂ. കാരണം അതൊക്കെ അവിടെ ഇട്ടിട്ട് വരിക. ഡ്യൂട്ടി ലീവ് ക്യാൻസൽ ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ചെന്നോളണം അല്ലേ. എവിടെയാ വെച്ച ലഡാക്കിലാണെങ്കിൽ ലഡാക്ക്, ലേയിലാണെങ്കിൽ അല്ലേ, എവിടെയാണെന്ന് വെച്ചാൽ അല്ലേ, ചിലപ്പോൾ 20-25 -°C ഉള്ള സ്ഥലത്ത് വരെ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണ്? ഈ മസ്റ്റ് ബി യൂണിഫോം. മാറ്റമില്ലാത്ത ധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് ആര്? ദ്വിജന്മാരെന്ന് പറയുന്നത്. സംസ്കാരാ ദ്വിജ ഉച്യതേ, സംസ്കാരം കൊണ്ട് അവൻ വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും ആയി മാറും. എന്നിട്ട് അല്ലെങ്കിൽ അവൻ ശൂദ്രന്റെ കർമ്മം ചെയ്യും. ഇതെല്ലാം വിട്ട് ചണ്ഡകർമ്മങ്ങൾ ചെയ്ത് ഭയാനകമായ പ്രവൃത്തികൾ ചെയ്ത് നിപതിച്ചു പോയവരാണ് ചണ്ഡാലന്മാർ. അതാണ് ആര് നമ്മൾ കണ്ടത്? അതാണ് നമ്മളവിടെ ത്രിശങ്കുവിനെ കണ്ടത്. ചണ്ഡകർമ്മങ്ങൾ ചെയ്ത്. എന്താണ് ചണ്ഡകർമ്മങ്ങൾ ചെയ്തത്? വിവാഹം നടക്കുന്ന പന്തലിൽ കയറി വധുവിനെ തട്ടിക്കൊണ്ടുപോയി. പിന്നെ എന്ത് ചെയ്തു? വസിഷ്ഠന്റെ ഹോമധേനുവായ നന്ദിനി പശുവിനെ കൊന്നു തിന്നു. അതിന്റെ മാംസം വിശ്വാമിത്രന്റെ ഭാര്യയെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും തീറ്റി അല്ലേ. യജ്ഞം ചെയ്യാൻ പാടില്ലാത്തവരെ കൊണ്ട് യജ്ഞം ചെയ്യിച്ചു. 3 ശങ്കുക്കൾ, 3 പാപശങ്കുക്കൾ വന്നത് കൊണ്ടാണ് ഈ ക്ഷത്രിയൻ ആരായി മാറിയത്? ത്രിശങ്കു എന്ന ചണ്ഡാലനായി മാറി. തീർച്ചയായിട്ടും എന്താണ് സവർണനും അവർണനും പറയുന്നുണ്ടല്ലോ, അതെന്താ? അത് വെറുതെ പറയുന്നതാ. എല്ലാവർക്കും ഈ വർണ്ണങ്ങളുണ്ട്, അല്ലാണ്ട് അവർണ്ണൻ എന്നൊന്നില്ല. ഈ 4 വർണ്ണങ്ങളിൽ പെട്ടവരാണ് എല്ലാവരും. അതിന് നിൽക്കാതെ അതിൽ നിന്ന് അധപ്പതിച്ചു പോയാൽ അല്ലേ, അജാമിളനെ പോലെ ബ്രാഹ്മണനായിരുന്നു. അജാമിളോ നാം മഹീസുരപുര ചരൺ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമി ഗുരോർഗിര കാന്നമെത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാലസാം. മദാലസയെ കുലടയെ കണ്ടു, അവളോടൊപ്പം ജീവിതമായി സ്വധർമ്മം ഉത്സൃജ്യ, തന്റെ ധർമ്മം വിട്ടുകളഞ്ഞു. തന്റെ ധർമ്മം വിട്ടുകളഞ്ഞ എന്തായി തീർന്നു? അവിടെ പതിച്ചു. സ്വന്തം ധർമ്മത്തിൽ നിന്ന് സ്വന്തം കർമ്മങ്ങൾ കൊണ്ടാണ് നിബന്ധിച്ചു പോകുന്നത്, അല്ലാണ്ട് വേറെ ആരും വീഴ്ത്തിക്കളയുന്നതല്ല. മനസ്സിലായില്ലേ? അപ്പോ ആ വിധത്തിലാണ്. അപ്പൊ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ 4 വർണ്ണമുണ്ട്. ഈ 4 വർണ്ണമുണ്ട്. അതല്ലാതെ അതിൽ നിന്ന് അതിന്റെ അച്ചടക്കത്തിന് നിൽക്കാതെ ചണ്ഡകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പതിച്ചു പോയവരാണ് ചണ്ഡാലന്മാർ. സംശയം തീർന്നോ? തീർന്നു സാർ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പോക്ക്. അല്ലാതെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പലരും എന്താ വെച്ചാൽ പല പ്രസ്ഥാനങ്ങളും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇതിനെ ദുഷിച്ച് വ്യാഖ്യാനിക്കുക. നമ്മുടെ അറിവില്ലായ്മ അവർ മുതലെടുക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മളെ പറഞ്ഞിട്ട് 3 വർണ്ണം മാത്രമേ ഉള്ളവർക്ക് അതിന് താഴെയുള്ളവര് മനുഷ്യരായിട്ട് പോലും കൂട്ടിയിട്ടില്ല എന്ന് വരെ പറയും. എന്നാൽ അങ്ങനെയല്ല. ശൂദ്രൻ എന്ത് ചെയ്യാം? ശൂദ്രനായിട്ടുള്ള സത്യകാമനാണ് ആരായി തീർന്നത്? ജാബാലൻ ആയി മാറിയത്. ജാബാലൻ എന്ന് പറയുന്ന മഹർഷിയായിട്ട് മാറിയത് ശൂദ്രനായ സത്യകാമനാണ്. അയാളുടെ അച്ഛൻ ആരാണെന്ന് അയാളുടെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു. മനസ്സിലായ? ജബാല എന്ന് പറഞ്ഞ അയാളുടെ അമ്മയുടെ പേരാ. അവര് ശൂദ്ര സ്ത്രീയായിരുന്നു, അവര് പരിചാരികയായിരുന്നു. ജബാലന്റെ അച്ഛൻ, ഈ പറയുന്ന സത്യകാമന്റെ അച്ഛൻ ആരാണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. പലരെയും പരിചരിച്ച് നടന്നോട് ഉള്ള കാലത്തുണ്ടായ കുട്ടിയാണ് അയാള്. അയാളുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചപ്പോ
അയാളുടെ അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടാ. അത് പറഞ്ഞപ്പോഴാണ് ഹരിദ്രമത ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ അപ്പോൾ തന്നെ അയാളെ ഉപനയനം ചെയ്യിച്ചത്. ഈ സത്യം പറയാൻ മടിയില്ലാത്തവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് അയാളെ എന്ത് ചെയ്യുന്നു? അയാളെ ഉപനയനം ചെയ്യുന്നു. ഛാന്ദോഗ്യോപനിഷത്തിന്റെ 4-ാം അധ്യായം വായിച്ചു നോക്കുക. അവിടെയുണ്ട് ഈ സംഭവം പറഞ്ഞിരിക്കുന്നു. അതെന്തിനാണ്? ശൂദ്രോ ബ്രാഹ്മണതാം ഏതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രത. ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള നിയമങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞത് ഏതും നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേദങ്ങളിൽ നോക്കാം, സ്മൃതികളിൽ നോക്കാം, ഉപനിഷത്തുകളിൽ നോക്കാം. അതിനപ്പുറം പിന്നെ നമുക്ക് എന്താണ് പ്രമാണം വേണ്ടത്? ഇരിക്കട്ടെ. അപ്പൊ ഞാൻ കുറച്ചു നേരം കൂടുതൽ എടുത്തു. ഇന്ന് ഇത് തീർക്കണമെന്നും നിവൃത്തിയുണ്ടെങ്കിൽ 2-ാം സർഗത്തിലേക്ക് കടക്കണമെന്നും ഉണ്ടായിരുന്നു. നടന്നില്ല, ക്ഷമിക്കുക, വൈകിപ്പോയി. അസ്തു. അപ്പൊ നമുക്ക് അവിടെ നിർത്താം അല്ലേ? ഓം സ്വസ്തി പന്ഥാം അനുചരേമ സൂര്യ ചന്ദ്രമസാവിവ പുനർദദത അഗ്നത ജാനത സംഗമേമഹി. ഓം തത്സത്. അസ്തു.